السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد فاتقوا الله يا عباد الله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ഒരു മനുഷ്യൻ്റെ നന്മക്കുതകുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് അറിവ് അന്വേഷിക്കുക, അറിവ് നേടുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ, എണ്ണമറ്റ ഹദീസുകൾ അറിവ് പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നതായി വന്നിട്ടുണ്ട് എന്നത് നമുക്കേവർക്കും അറിയുന്ന വിഷയമാണ്. പക്ഷേ പലപ്പോഴും അറിവ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് അവരറിയാതെ അവരുടെ മനസ്സിലേക്ക് വന്നു പോകാറുള്ള വളരെ മോശമായ ഒരു നിയ്യത്താണ്, ഞാൻ അല്പമൊക്കെ ഉഷാറായിട്ടുണ്ട്, ഒരു മജ്ലിസിലേക്ക് ഞാൻ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്കൊന്നും എത്താൻ സാധിക്കാതെ എനിക്കെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നിങ്ങനെ സ്വന്തം നഫ്സിനെ അമിതമായി പുകഴ്ത്തുന്ന, ഞാൻ മറ്റുള്ളവരെക്കാളും ഉഷാറാണ് എന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഇരുത്തം മാറുന്നുണ്ട് എങ്കിൽ അത് വളരെ വലിയ അപകടം സൃഷ്ടിക്കുമെന്നാണ് ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമഹു വഖറഅൽ ഖുർആന ഫഉതിയ ബിഹി. ഒരു മനുഷ്യൻ അവൻ അറിവ് പഠിച്ചു, ആ അറിവ് പഠിപ്പിക്കുകയും ചെയ്തു, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഫഉതിയ ബിഹി, അങ്ങനെ അവനെ കൊണ്ടുവരപ്പെട്ടു. ഫഅറഫഹു നിഅമഹു ഫഅറഫഹ, അവൻ അല്ലാഹു നൽകിയ നിയമത്തൊക്കെ അല്ലാഹു അവന് ബോധിപ്പിച്ചു കൊടുത്തു. ഫമാ അമിൽത ഫീഹ, അവനോട് അല്ലാഹു ചോദിച്ചു, നീ നിന്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത്? നിനക്ക് ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് ഞാൻ പ്രദാനം ചെയ്തിട്ടുണ്ട്, നീ അതുകൊണ്ട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ നിനക്ക് വേണ്ടിയാണ് അറിവ് പഠിച്ചത്, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഇൽമു പഠിപ്പിച്ചു കൊടുത്തതും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തതുമെല്ലാം എന്ന് ആ അടിമ പറയുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, കദബ്ത, നീ കളവ് പറഞ്ഞതാണ് എന്നാണ്. നീ കളവ് പറഞ്ഞതാണ്. നീ അറിവ് പഠിച്ചത് ദുനിയാവിൽ ഒരുപാട് ആളുകൾ നിന്നെ പുകഴ്ത്തണം, നിനക്ക് അറിവുണ്ട് എന്ന് ബാക്കിയുള്ള ആളുകൾക്ക് കാണിക്കാൻ വേണ്ടി നീ അറിവ് നേടുകയും അത് നീ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ ബാക്കിയുള്ള ആളുകൾ നിന്നെ ആലിമാണ് എന്നും അവൻ നല്ല അറിവുള്ളവനാണ് എന്നുമൊക്കെയുള്ള നിനക്ക് ലഭിക്കേണ്ട മഹത്വങ്ങൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിനക്ക് യാതൊന്നുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന, അതായത് ആദ്യമായി നരകത്തിലേക്ക് പോകുന്നത് അറിവ് പഠിക്കുന്ന അതല്ലെങ്കിൽ അറിവ് പഠിപ്പിക്കുന്ന ആളുകളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിവ് നേടുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമായിരിക്കണം. റിളല്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് പുറമെ യാതൊന്നും തന്നെ അതിൻ്റെ വിഷയത്തിൽ, അറിവിൻ്റെ വിഷയത്തിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ്. സാലിഹ് അൽ ഹുസൈമി ഹഫിളഹുല്ലയോട് ഒരു വിദ്യാർത്ഥി ചോദിക്കുന്നത്, എനിക്ക് മറ്റുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് വ്യതിരിക്തമാകാൻ, കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്താൻ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നാണ്. ആ സമയത്ത് വളരെ വൈകാരികമായി അദ്ദേഹം പറയുന്നത്, അറിവ് എന്നത് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വ്യതിരിക്തമാകാൻ വേണ്ടിയിട്ടല്ലല്ലോ അറിവ് നേടുന്നത്, മറിച്ച് അള്ളാൻ്റെ അടുക്കൽ എന്തുണ്ട് നിൻ്റെ സ്ഥാനം എന്നതാണ് അറിവ് നിന്നെ കൊണ്ടെത്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നാണ്. അതുകൊണ്ട് ആളുകൾ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എന്ത് നീയത്താണ് അറിവ് നേടുന്നതുമായി ബന്ധപ്പെട്ടുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അതുകൊണ്ട് അറിവിൻ്റെ മജ്ലിസിലിരിക്കുന്ന വിദ്യാർത്ഥിനികളോട് വളരെ നസീഹത്തോടു കൂടി പറയാനുള്ളത്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമ്മൾ കാംക്ഷിക്കേണ്ടത്. അറിവ് പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന ലക്ഷ്യമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെയായിരുന്നു ഉലമാക്കളെല്ലാം അറിവ് പഠിക്കുന്നതിന് അവർ നിയത്തായി കരുതിയിരുന്നത് എന്നാണ്. ഒരുപാട് ഉലമാക്കൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉലമാക്കൾക്ക് കബൂലിയത്ത് ലഭിക്കാനുള്ള കാരണം, സ്വീകാര്യത ലഭിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇഖ്ലാസ് ആയിരുന്നു എന്നാണ്. ഇമാം നവവി റഹ്മഹുല്ല
അദ്ദേഹത്തിൻ്റെ പുസ്തകമായ അൽ അർബഊൻ അൻ നബവിയ്യ, ഒരുപാട് ഉലമാക്കൾ അർബഊൻ രചിച്ചിട്ടുണ്ട്. 40 ഹദീസുകൾ എന്ന വിഷയത്തിൽ ഒരുപാട് ഉലമാക്കൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഇമാം നബവിയുടെ ഗ്രന്ഥം മാത്രം അത്രയും പ്രചാരം നേടി എന്നതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസായിരുന്നു എന്നാണ്, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയായിരുന്നു എന്നാണ്. അതുകൊണ്ട് നിഷ്കളങ്കതയാണ് നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത്. അത് കൈവിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നരകത്തിലേക്കുള്ള നടത്തമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, അറിവ് സ്വീകരിക്കണമെങ്കിൽ നമ്മൾ നേടുന്ന അറിവിൻ്റെ സ്വീകാര്യതയും കൂടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം നമ്മൾ നേടുന്ന അറിവ്, ആ അറിവനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കേണ്ടതുണ്ട്. ഒരുപാട് അറിവുണ്ടാവുക എന്നതിലല്ല കാര്യം. ഷെയ്ഖ് ഫൗസാൻ ഹഫളഹുല്ലൊക്കെ പറഞ്ഞു വെക്കുന്നത് ഉള്ള അറിവ് കൊണ്ട് അമല് ചെയ്യുക എന്നതാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം എന്നാണ്. നമ്മുടെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിനികൾക്കും സംഭവിച്ച വളരെ വലിയ അപകടം പിടിച്ച രോഗമാണ് ഒരുപാട് അറിവുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കും, ഒരുപാട് ക്ലാസ്സുകളുടെ പിന്നാലെ പോകും. എന്നാൽ ആ ക്ലാസ്സുകളുടെ പിന്നാലെ പോയി എന്തു മാറ്റമാണ് ജീവിതത്തിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും. എന്നാൽ അതേ വ്യക്തി തർക്കിക്കാനും മസ്അലയിൽ വളരെ ഉഷാറായി സംസാരിക്കാനൊക്കെ സാധിക്കുന്നുണ്ടാകാം. എന്നാൽ അവൻ്റെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വിഷയം എന്താണ്? രാത്രി നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താണ്? വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെ അവസ്ഥ എന്താണ്? അദ്കാറുകളുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും യാതൊന്നും പറയാനുണ്ടാവുകയില്ല എന്നാണ്. അതുകൊണ്ട് അറിവ് നേടുക എന്നതിൻ്റെ ലക്ഷ്യം അത് അമല് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് അമലില്ല എങ്കിൽ അറിവ് നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അമലും എന്ത് ചെയ്യേണ്ടതുണ്ട്? വർദ്ധിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് എവിടെയോ എന്തോ നമ്മുടെ നിയ്യത്തിലൊരു പിശകുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് അമല് വർദ്ധിക്കുന്നില്ല എങ്കിൽ അത് അപകടമായ ഒരു സൂചനയാണ് അത് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഒരു മജ്ലിസ് കഴിഞ്ഞാൽ, ഒരു അറിവിൻ്റെ സദസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് പരമാവധി ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രയത്നിക്കേണ്ടത്. അതല്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം നമുക്കെതിരെ തിരിയുന്ന അവസ്ഥ ഉണ്ടാകും. ചില ഉലമാക്കളെ കുറിച്ച് പറയുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലക്ക് ഈ വിഷയത്തിലൊരു പുസ്തകമുണ്ട്, സമറത്തുൽ ഇൽമി അൽ അമൽ, ഇൽമിൻ്റെ ഉദ്ദേശം അമലാണ് എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകമാണ്, 30-40 പേജുകൾ. അതിൽ അദ്ദേഹം പറയുന്നത് ചില സലഫുകൾ, അറിവ് നേടുന്ന അതീവ താല്പര്യമുള്ള സലഫുകൾ, ചില മജ്ലിസിൽ നിന്ന് അറിവ് നേടി അതുകൊണ്ട് അമല് ചെയ്യാൻ സാധിക്കാതെ പോകുമോ എന്ന് പേടിച്ച് വിട്ടുനിന്നിരുന്നു എന്നാണ്. അത്രയും ഭയം അവർക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അറിവ് എന്നത് ഒരുപാട് കാര്യങ്ങൾ കാണാതെ പറയുക എന്നതിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് അതുണ്ടാക്കിയ മാറ്റം, എന്ത് ഖശിയത്താണ് അത് ഉണ്ടാക്കി എന്നതാണ് അറിവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്നാണ് നമ്മൾ ആദ്യമായി തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തെ ഒരു വിഷയം അൽ ഇൽമു സലാസ, അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യത്തെക്കുറിച്ചാണ് അറിയേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിഷയമാണ് അൽ ഇൽമു സലാസത്തുൻ, അറിവ് 3 കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ്. അതിലൊന്നാമത്തേത് ഇൽമുൻ ബില്ലാ, ആരെക്കുറിച്ചുള്ള അറിവാണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യം, അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് തൗഹീദു അർ-റുബൂബിയ്യ, 2 തൗഹീദുൽ ഉലൂഹിയ്യ, 3 തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് അറിയലാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തേത് ഇൽമുൻ ബിദീനില്ല, അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അറിയാം. അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ അവാമിറു വൻ നവാഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, അള്ളാഹു നിരോധിച്ച കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് ഇൽമുൻ ബിൽ ജസാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു പ്രതിഫലം വെച്ചിട്ടുണ്ട്, ആ പ്രതിഫലം എന്ത് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ തൗഹീദ് സ്വീകരിച്ച ആളുകൾക്ക്, സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് എന്തൊക്കെയാണുള്ളത് എന്നെന്ത് ചെയ്യുന്നുണ്ട്? സവിസ്തരം വളരെ വിശദമായി പറയുന്നുണ്ട്. എന്നാൽ ഷിർക്ക് ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണ് എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൽമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അൽ കാഫിയത്തു ഷാഫിയ എന്ന പുസ്തകത്തിലാണ്
ഈ കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത്. വൽ ഇൽമു അഖ്സാമുൻ സലാസുൻ മാ ലഹാ മിൻ റാബിഇൻ വൽ ഹഖ്ഖു ദൂ തിബിയാനി ഇൽമുൻ ബി ഔസാഫിൽ ഇലാഹി വഫിഇലിഹി വകദാലികൽ അസ്മാഇ ലിർറഹ്മാനി വൽ അംറു വൻ നഹ്യു അല്ലദീ ഹുവ ദീനുഹു വജസാഉഹു യൗമൽ മആദി ത്സാനി. ഈ 3 കാര്യങ്ങളാണ് അറിവ് എന്ന് പറഞ്ഞാൽ. ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, രണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള അറിവ്, മൂന്നാമത്തേത് അള്ളാഹു എന്താണ് അവൻ്റെ അടിമകൾക്കും അതോടൊപ്പം തന്നെ അവിശ്വാസികളായ ആളുകൾക്കും ഖിയാമത്ത് നാളിൽ ഒരുക്കി വെച്ചത് എന്നിങ്ങനെ 3 കാര്യങ്ങളെക്കുറിച്ചാണ് അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തെ ഒരു വിഷയം, അറിവ് എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുള്ള അറിവാണ് നിലകൊള്ളുന്നത്. ഒന്നാമത്തേത് ദുനിയവിയായ ഉലൂമുകളും രണ്ടാമത്തേത് ഉഖ്റവിയായ ഉലൂമുകളും. അപ്പോൾ ദുനിയവിയായ ഉലൂമുകൾ പഠിക്കുക എന്നതിൻ്റെ ഹുക്കം എന്താണ്? ഒരാൾ തിബ്ബ് പഠിക്കുന്നു, ഡോക്ടറാകാനുള്ള പണിയെടുക്കുന്നു, അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഇതിൻ്റെയൊക്കെ വിധി എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് ഫർദു കിഫായത്താണെന്നാണ്. ഫർദു കിഫായത്താണെന്നാണ് പറയുന്നത്. അതായത് സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിൽ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരാൾ ഉണ്ടാകണം എന്നാണ്. പക്ഷെ അവിടെ എന്തുണ്ടാകണം? നമുക്ക് ആ ഒരു നിയത്തും കൂടി ഉണ്ടാകണം. നമുക്ക് നല്ല ഒരു നിയത്തും കൂടി ഉണ്ട് എങ്കിൽ, അതായത് നല്ല ഒരു ഡോക്ടറായി നല്ലൊരു എഞ്ചിനീയറായി മുസ്ലിം ഉമ്മത്തിന് സേവനം ചെയ്യാൻ സാധിക്കണം. മുസ്ലിം ഉമ്മത്ത് ഈ മേഖലയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ അവിടെയെല്ലാം എനിക്ക് വളരെ കൃത്യമായി മുസ്ലിം ഉമ്മത്തിനെ നയിക്കാൻ, അവർക്കൊരു സഹായിയാകാൻ മാറണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ് എങ്കിൽ ആ പഠനം പോലും എന്തായി മാറും? പ്രതിഫലാർഹമായി മാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല നിയത്തുകൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് ദീനീപരമായ പഠനം. അവിടെയാണ് നമ്മൾ പറഞ്ഞത് ദീനീപരമായ പഠനം പഠിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് മൻ തഅല്ലമ ഇൽമൻ മിമ്മാ യബ്തഗി ബിഹി വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പഠിക്കേണ്ട അറിവ്, ലാ യതഅല്ലമുഹു ഇല്ലാ ലിയുസീബ ബിഹി അറദൻ മിനദ് ദുനിയ, ദുനിയാവിലെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, ദുനിയാവിലെ എന്തെങ്കിലും ചെറിയ ഒരു നേട്ടമാണ് ഓൻ ആ അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ലം യജിദ് അർഫൽ ജന്നതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വർഗത്തിൻ്റെ പരിമളം അവൻ ആസ്വദിക്കാൻ സാധിക്കൂല എന്നാണ്. സ്വർഗത്തിൻ്റെ പരിമളം 500 വർഷത്തിലധികം എന്ത് ചെയ്യുന്നുണ്ട്? നീണ്ടു നിൽക്കുന്നുണ്ട് എന്നാണ്. അത്രയും വിദൂരത്തെത്തുന്ന സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ആസ്വദിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയിട്ടല്ല എന്ത് ചെയ്തിട്ടുള്ളത്? അവൻ അറിവ് പഠിച്ചിട്ടുള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ അറിവ് പഠിക്കുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ലക്ഷ്യം ഉദ്ദേശിച്ച് അവൻ്റെ പ്രീതി കാംക്ഷിച്ച് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ മജ്ലിസിൽ ഇരിക്കേണ്ടത് എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം ഉസൂലുസ് സുന്ന എന്ന പുസ്തകമാണ്. ആ പുസ്തകം രചിച്ചിട്ടുള്ളത് ഇമാമുസ്സുന്ന ഇമാം അഹ്മദ് ബിനു ഹംബൽ റഹിമഹുല്ലയാണ് പുസ്തകം രചിച്ചിട്ടുള്ളത്. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 164-ലാണ്. ഹിജ്റ 164 ജനിക്കുകയും ഹിജ്റ 241 മരണപ്പെടുകയും ചെയ്തു. ഹിജ്റ 164 ജനിക്കുകയും ഹിജ്റ 241 മരണപ്പെടുകയും ചെയ്തു. ബഗ്ദാദിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനവും അദ്ദേഹത്തിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ മരണവുമെല്ലാം. ബഗ്ദാദ് അന്ന് അറിവിൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ്. എല്ലാ രൂപത്തിലും അറിവ് കൊണ്ട് ഉന്നതിയിൽ നിന്നിരുന്ന ഒരു പട്ടണമായിരുന്നു ബഗ്ദാദ് എന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ ചെറുപ്പത്തിൽ എന്ത് ചെയ്തിരുന്നു? മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പോറ്റി വളർത്തുന്നത് ഉമ്മയാണ്. ഉമ്മയിലൂടെയാണ് ഇമാം അഹ്മദായി മാറുന്നത് എന്നാണ്. ഇമാം അഹ്മദിൻ്റെ ചരിത്രത്തിൽ നമ്മളെല്ലാവരും പലപ്പോഴായി കേട്ട ഒരു വിഷയമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല സുബഹിക്ക് മുമ്പ് എന്ത് ചെയ്യും? മജ്ലിസിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന. അപ്പോൾ ആ ഒരുക്കുന്നതും ഇമാം അഹ്മദ് റഹിമഹുല്ലക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആരാണ്? തൻ്റെ ഉമ്മയാണ്. അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായ ഇമാമുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ പിന്നിലെല്ലാം ഒരു ഉമ്മയുണ്ടായിരുന്നു എന്നാണ്. ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു അദ്ദേഹത്തിന് പ്രചോദനം എന്നാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് ഇമാമികൾ നമുക്ക് ഒരുപാട് ഇമാമികൾ എണ്ണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കളൊക്കെ പറയുന്നത് ഭാര്യമാരെ സ്വീകരിക്കുന്നിടത്ത് ഏറ്റവും സാലിഹത്തായ ഒരു ഭാര്യയെ സ്വീകരിക്കുക എന്നുള്ളത് മക്കൾ ഏറ്റവും സാലിഹാകാനുള്ള വലിയൊരു കാരണമായിട്ടാണ് പറയുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയെ കുറിച്ച്
നമ്മൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ വിശദമായി പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ നേരെ മത്നിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഉസൂലു സുന്ന എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഉസൂലു അസുന്ന. ഉസൂല് എന്നത് അസ്ല് എന്നതിൻ്റെ ജംആണ്. അസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനം. അസ്ല് എന്നതിൻ്റെ ജംആണ് ഉസൂൽ, അടിസ്ഥാനങ്ങൾ. അസ്ല് എന്നതിൻ്റെ ജംആണ് ഉസൂൽ, അടിസ്ഥാനങ്ങൾ. ഉസൂലു അസുന്ന, അസുന്ന എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. സുന്നത്തിന് പല അർത്ഥങ്ങളുമുണ്ട്. ആർക്കെങ്കിലും ചില അർത്ഥങ്ങൾ പറയാൻ പറ്റുമോ? സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണെന്നുള്ളത്? അസുന്ന, സുന്നത്തിൻ്റെ അർത്ഥങ്ങൾ. ഒരുപാട് അർത്ഥങ്ങളിൽ സുന്നത്ത് വന്നിട്ടുണ്ട്. ഒരു ഉദ്ദേശം സുന്നത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, അംഗീകാരങ്ങൾ, ഇതൊക്കെ ഏതിലാ പെടുക? സുന്നത്തിലാണ്. വേറൊരു ഉദ്ദേശം ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് സുന്നത്ത് പല അർത്ഥത്തിലും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉലമാ ഉൽ ഹദീസ്, ഹദീസിൻ്റെ ഉലമാക്കൾ സുന്നത്തിന് നിർവചിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും നബി പ്രവർത്തിച്ചതും നബി അംഗീകരിച്ചതുമായ കാര്യങ്ങൾക്കാണ് എന്തെന്ന് പറയാം? സുന്നത്ത് എന്ന് പറയാം. ആരുടെ അടുക്കൽ? ഉലമാ ഉൽ ഹദീസ്, ഹദീസിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ. എന്നാൽ അതേ സമയത്ത് ഫുഖഹാക്കളുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തതും. ഉസൂലിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ, അതായത് ഉസൂലുൽ ഫിഖ്ഹിലെ ഉലമാക്കളുടെ അടുക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമാണം എന്നാണ്. ഖുർആൻ ഒരു പ്രമാണമാണ്, സുന്നത്ത് മറ്റൊരു പ്രമാണമാണ്. അതാണ് ഉസൂലിൻ്റെ ഉലമാക്കളുടെ അടുക്കൽ. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുഖാബിലൽ ബിദ്അ, ബിദ്അത്തിൻ്റെ ഓപ്പോസിറ്റായ സുന്നത്താണ് ഇവിടെ ഉസൂലു സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ബിദ്അത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സുന്നത്ത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ ഒരു വിഷയത്തിൽ നാം കൽപ്പിക്കാത്തത് പുതുതായി ഉണ്ടാക്കുകയാണ് എങ്കിൽ അത് തള്ളപ്പെടേണ്ടതാണെന്നാണ്. അപ്പോൾ അവിടെ ബിദ്അത്തിൻ്റെ ഓപ്പോസിറ്റുള്ള സുന്നത്താണ് ഉസൂലു സുന്ന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഖീദയാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നാണ്. അഖീദയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. മുൻകാലക്കാരായ ഉലമാക്കളുടെ കിതാബുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അസുന്ന എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അബൂബക്കർ അൽ ഖല്ലാൽ റഹിമഹുല്ലക്ക് അസുന്ന എന്ന പേരിൽ പുസ്തകമുണ്ട്. അതേപോലെ തന്നെ ഇൽമു തൗഹീദ്, ഇൽമുൽ അഖീദ, അശ്ശരീഅ, അൽ ഫിഖ്ഹുൽ അക്ബർ. ഇമാം അബൂ ഹനീഫയുടെ പുസ്തകമാണ് അൽ ഫിഖ്ഹുൽ അക്ബർ. ഏറ്റവും വലിയ ഫിഖ്ഹാണ് ഇത് അഖീദ എന്നത്. ഏറ്റവും വലിയ അറിവാണ് അഖീദ. അതുകൊണ്ടാണ് അൽ ഫിഖ്ഹുൽ അക്ബർ എന്ന പേര് ലഭിച്ചത്. അതുകൊണ്ട് അഖീദക്ക് വ്യത്യസ്തമായ പേരുകൾ എന്തുണ്ട്? അഖീദയുടെ ഗ്രന്ഥങ്ങൾക്ക് പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനം. ഇദാ അല്ലംത ശൈഅൻ നവഅത ഫി അസ്മാഇഹി. ഒരുപാട് പേരുകളുണ്ട് എന്നത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുക എന്നാണ്. ഒരുപാട് പേരുകളുണ്ട് എന്നത് അതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുണ്ട്? ഒരുപാട് പേരുകളുണ്ട്. ഇന്ന ലില്ലാഹി തിസ്അതൻ വ തിസ്ഈന ഇസ്മ. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പേരുകൾ അറിയിക്കുന്നത് അതിൻ്റെ പ്രാധാന്യത്തെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തുണ്ട്? ഒരുപാട് പേരുകളുണ്ട്. അറബികൾ അസദിനെ, സിംഹത്തിനെ ഉന്നതമായി കണ്ടിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് സിംഹത്തിന് എന്തുണ്ട്? അറബിയിൽ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ ഒരു കാര്യം ആദരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെന്തുണ്ടാകും? ഒരുപാട് പേരുകൾ ഉണ്ടാകും. അപ്പോൾ ഒരുപാട് പേരുണ്ടാകുക എന്നുള്ളത് എന്തല്ല, ഒരു പോരായ്മയല്ല, മറിച്ച് അതൊരു നേട്ടമാണ്. അതൊരു നേട്ടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസൂലു സുന്നതി ഇൻദന എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ആ മത്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ സനദാണ് കൊടുക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിലേക്ക് എത്തുന്ന സനദാണ് കൊടുത്തിട്ടുള്ളത്, ഈ കിതാബിൻ്റെ സനദ്. എന്നിട്ട് പറയാണ് ഉസൂലു സുന്നതി ഇൻദന, നമ്മുടെ അടുക്കൽ നിന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അടുക്കൽ എന്ന് പറയുമ്പോൾ ആരുടെ അടുക്കലാണ്? ഇൻദ അഹ്ലി സുന്നതി വൽ ജമാഅ. അഹ്ലു സുന്നയുടെ അടുക്കൽ ഉസൂലു സുന്ന, അഖീദയിലെ അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉസൂലു സുന്ന എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഈ വിഷയത്തിൽ പറയുന്ന അസ്ലുകൾ, ഈ വിഷയത്തിൽ ഈ കിതാബിൽ പറയുന്ന അസ്ലുകൾ ഇജ്മാഅ് ഉദ്ധരിക്കപ്പെട്ട അസ്ലുകളാണ്. പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഏകോപിച്ചിട്ടുണ്ട്. ആരും എന്തായിട്ടില്ല?
ഇഖ്തിലാഫിലായ അസ്ലുകളല്ല പറയുന്നത്, ഇജ്മാ ഉള്ള അസ്ലുകളാണ് പറയുന്നത്. രണ്ടാമത്തേത് ഇമാം അഹ്മദ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ സ്ഥിരപ്പെട്ട ഒന്നല്ല, മറിച്ച് ഇന്ധന എന്നാണ് പറയുന്നത്, നമ്മുടെ ഉലമാക്കളുടെ അടുക്കൽ. അതുകൊണ്ട് എല്ലാ ഉലമാക്കളും, അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞു പോയ ഉലമാക്കളൊക്കെ എന്ത് ചെയ്യും? ഇന്ധന എന്ന പ്രയോഗത്തിൽ ഉൾപ്പെടുന്ന, അദ്ദേഹത്തിന് മുൻകഴിഞ്ഞ എല്ലാ ഉലമാക്കളും ഉൾപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായി പറയുന്നതല്ല, മുൻകാലക്കാരായ ആളുകളുടെ ഒക്കെ അഖീദയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാണ്. ഉസൂലുസ്സുന്നതി ഇന്ധന. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഏത് മദ്ഹബുകാരനാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹംബലി മദ്ഹബാണ് അല്ലേ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല ഹംബലി മദ്ഹബാണ്. അപ്പോൾ ഫുലാനുൻ ഹംബലിയുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉദ്ദേശം ഹംബലി മദ്ഹബാണ്, ഫിഖ്ഹിലുള്ള ഹംബലി മദ്ഹബാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തേത് അവൻ ഹംബലിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം അസ്സലഫിയു, അവൻ സലഫിയാണ് എന്ന ഒരു ഉദ്ദേശവും കൂടി അതിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചില അടിസ്ഥാനങ്ങൾ നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. ഒന്നാമത്തെ അടിസ്ഥാനം അഹ്ലുൽ ഹഖ് ഫിർഖത്തുൻ വാഹിദ. സത്യത്തിൻ്റെ ആളുകൾ ഒറ്റ കക്ഷികളാണ്. സത്യത്തിൻ്റെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ടീമാണ് സത്യത്തിൻ്റെ ആളുകൾ. അഹ്ലുൽ ഹഖ് ഫിർഖത്തുൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായിട്ട് എന്ത് ചെയ്യും? വിഭജിക്കും എന്ന് പറയുന്നുണ്ട്. അതിൽ സ്വർഗത്തിലേക്ക് പോകുന്നത് എത്രമാത്രമാണ്? ഒറ്റ ഒരു വിഭാഗമാണെന്നാണ്. അതാണ് അഹ്ലുൽ ഹഖ് ഫിർഖത്തുൻ വാഹിദ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ആ 73 പുറത്തു പോയ വിഭാഗം ആരാണ്? അവർ മുസ്ലിങ്ങളാണോ? അല്ല, അവർ മുസ്ലിങ്ങളല്ല. അപ്പോൾ 73 ഉള്ളിലുള്ളതാണ് ആര്? മുസ്ലിമീങ്ങൾ. 73 ഉള്ളിലുള്ളതാണ് മുസ്ലിമീങ്ങൾ. അതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തു പോയി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അഹ്ലുൽ ഹഖ് ഒറ്റ ഫിർഖത്താണ്. രണ്ടാമത്തെ ഉസൂല് എന്നത് ഫഹ്മു സലഫിസ്സാലിഹ്, സലഫുസ്സാലിഹ്യങ്ങളുടെ ഫഹ്മ്. ഈ അഹ്ലുൽ ഹഖ് ഒറ്റ വിഭാഗമാണ്. അവർ അവരുടെ അഖീദയെ സ്ഥാപിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? സലഫുസ്സാലിഹ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസൂലുസ്സുന്നത്തി ഇൻദന എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കൽ അഖീദയിൽ സ്ഥിരപ്പെട്ട, ഇജ്മാ ഉദ്ധരിക്കപ്പെട്ട, എൻ്റെ മുൻകാലക്കാരായ ഉലമാക്കളൊക്കെ പറഞ്ഞ അഖീദയിലെ അടിസ്ഥാനപരമായ മസ്അലകൾ ഞാൻ പറയുന്നത് ഇത് ആരുടെ അടിസ്ഥാനത്തിലാണ്? അഹ്ലുൽ ഹഖിൻ്റെ മസ്അലകളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാണ്. അഹ്ലുൽ ഹഖ് സത്യത്തിൻ്റെ ആളുകളുടെ വിജയിച്ച കക്ഷികളുടെ അടിസ്ഥാനങ്ങളാണ് പറയാൻ പോകുന്നത്. അവർ അവരുടെ അഖീദയുടെ മാനദണ്ഡമായി സ്വീകരിച്ചത് ആരെയാണ്? സലഫുസ്സാലിഹീങ്ങളെയാണ്. അപ്പം മൻഹജുസ് സലഫിസ് സാലിഹ് വളരെ പ്രധാനമാണ്. നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണോ ഖുർആനെ മനസ്സിലാക്കിയത്, ഹദീസിനെ മനസ്സിലാക്കിയത്, അതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഉസൂലുസ്സുന്നത്തി ഇൻദന എന്ന് വിശദീകരിക്കുന്നിടത്ത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല പറയുന്നത് ചിലപ്പോൾ ഉസൂലിൽ തെറ്റിപ്പോയ ആളുകൾ ഉണ്ടാകാം. ഉസൂലിൽ നിന്ന് എന്ത് ചെയ്യും? തെറ്റും. ഉസൂലിൽ നിന്ന് തെറ്റിക്കഴിഞ്ഞ ആളുകളുടെ അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. ഉസൂലിൽ തെറ്റിക്കഴിഞ്ഞാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെന്താ ചെയ്യാം? നമ്മുടെ നാട്ടിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസൂലിൽ തെറ്റിക്കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? കരിവാരി തേച്ച് അവനാകെ ഇല്ലാതാക്കി, പിന്നെ അവന് സത്യം സ്വീകരിക്കാൻ പോലും എന്ത് ചെയ്യൂല? തോന്നൂല. ആ രൂപത്തിൽ എന്ത് ചെയ്യും? നമ്മൾ അവനാക്കി വെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മൾ ചെയ്യരുത്. ഉസൂലിൽ തെറ്റിയാൽ എന്ത് ചെയ്യണം? അവനെ സൂചിപ്പിക്കണം. ഉസൂലിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിഴവുണ്ട്, ആ ഉസൂല് തിരുത്തണമെന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാൽ അതോടൊപ്പം തന്നെ ഉസൂലിൽ തെറ്റിക്കഴിഞ്ഞാൽ അവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം. സലഫികൾ അങ്ങേയറ്റം കാരുണ്യമുള്ള ആളുകളാണ്, റഹ്മത്തുള്ള ആളുകളാണ് സലഫികൾ. ആരെങ്കിലും തെറ്റിയാൽ തന്നെ ഹക്കിലേക്ക് വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് സലഫികൾ. അതല്ലാതെ സലഫികൾ എന്തല്ല, അകറ്റുന്ന ആൾക്കാരല്ല, മറിച്ച് അടുപ്പിക്കുന്ന ആൾക്കാരാണ് സലഫികൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉസൂലുസ്സുന്നത്തി ഇൻദന എന്ന് പറഞ്ഞിട്ട് പറയാണ് അത്തമസ്സുക്, മുറുകെ പിടിക്കുക. എന്തിനു മുറുകെ പിടിക്കലാണ്? ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ ഏതൊരു മാർഗത്തിലായിരുന്നു അതിനെന്ത് ചെയ്യുക? അത്തമസ്സുക്, മുറുകെ പിടിക്കുക. അപ്പോൾ ഇവിടെ അത്തമസ്സുക്
എന്ന് ഉപയോഗിച്ചത് വെറുതെ ഉപയോഗിച്ചതല്ല. എന്താ അത്തമസ്സുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുസൂമുശ്ശൈഇ വത്തശബ്ബുസു ബിഹി വഅഖ്ദുഹു ബിഖുവ്വ, വളരെ ശക്തമായിട്ട് എന്ത് ചെയ്യുക, പിടിക്കുക എന്നുള്ളതാണ്. അത്തമസ്സുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുസൂമുശ്ശൈഇ, ഒരു കാര്യത്തെ വിടാതെ പിടികൂടുന്നതിനെയാണ് അത്തമസ്സുക് എന്ന് പറയുക. അത്തമസ്സുക് എന്ന ലഫ്ള് എന്ന പദം ഹദീസുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന പദമാണ്, ഖുർആനിലും വന്ന പദമാണ്. അതുകൊണ്ടാണ് അത്തമസ്സുക് എന്ന് ഉപയോഗിച്ചത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഖാഇദ, അത്തഅബീറു അനിൽ മആനി അശ്ശർഇയ്യ ബിഅൽഫാദിൻ നുസൂസി ഔലാ. നസ്സിൽ വന്ന ലഫ്ളുകളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പരമാവധി ഉപയോഗിക്കേണ്ടത്. ഖുർആനിലും ഹദീസിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു വിഷയം സ്ഥാപിക്കാൻ ചില ലഫ്ളുകൾ വന്നിട്ടുണ്ടാവും. ആ ലഫ്ള് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഉപയോഗിച്ചാൽ മതി. അഹ്ലുൽ ബിദ്അഇന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, അവർ ലഫ്ള് എന്ത് ചെയ്യൂല, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ലഫ്ള് ഉപയോഗിക്കൂല. സംശയമുള്ള ലഫ്ളുകൾ എന്ത് ചെയ്യും, ഉപയോഗിക്കും. അത് അവരുടെ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, അങ്ങനെ അവരുപയോഗിക്കും. അപ്പം അതുകൊണ്ട് അഹ്ലുസുന്ന ചെയ്യേണ്ടത് എന്താ, ഖുർആനിലും ഹദീസിലും വന്ന ലഫ്ള് എന്ത് ചെയ്യുക, അത് അതേ രൂപത്തിൽ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. തർക്കം ഒഴിവാക്കാനും ആളുകൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഒക്കെ ഏറ്റവും നല്ല ഒരു കാര്യം എന്താണോ ഖുർആനിലും സുന്നത്തിലും ഉപയോഗിച്ച ലഫ്ള് അത് അതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സൂറത്തു സുഖ്റുഫിലെ 43-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. ഫസ്തംസിക്, നീ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എന്നാണ് പറയുന്നത്. ഫസ്തംസിക്. രണ്ടാമത്തേത് സൂറത്തുൽ അഅറാഫിലെ 170-ാമത്തെ ആയത്താണ്. വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാത ഇന്നാ ലാ നുദീഉ അജ്റൽ മുസ്ലിഹീൻ. അവിടെയും വല്ലദീന യുമസ്സികൂന ബിൽ കിതാബ്, യുമസ്സികൂന എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് ബിമാ കാന അലൈഹി എന്ന് കൊടുത്തിട്ടുണ്ട്. തമസ്സുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറുകെ പിടിക്കുക, വിടാതെ പിടികൂടുക. ബിമാ കാന അലൈഹി, അതായത് ബിമാ കാന അലൈഹി മിനൽ അഖീദതി വൽ അമൽ, അഖീദയിലും അമലിലും ഏതൊന്നിലായിരുന്നോ അതിനെന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക. ആര് ഉണ്ടായിരുന്ന, ആര് നിലകൊണ്ട, അസ്ഹാബു റസൂലില്ലാഹ്. അത്തമസ്സുക് മുറുകെ പിടിക്കുക, ബിമാ കാന അലൈഹി ഏതൊരു മാർഗത്തിലായിരുന്നോ അസ്ഹാബു റസൂലില്ലാഹ്, റസൂലിൻ്റെ അസ്ഹാബുകൾ അതിനെ മുറുകെ പിടിക്കുക. ഇവിടെയാണ് അസ്ഹാബ്. ആരാണ് സഹാബികൾ, ആരാ സഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ ഹുവ സഹാബി, റസൂലിൻ്റെ ശിഷ്യന്മാർ. പിന്നെയോ റസൂലിനെ കണ്ടവർ, റസൂലിനെ കണ്ട് വിശ്വസിച്ച് മുസ്ലിമായി മരണപ്പെട്ടവർ. ഇവിടെ ഉലമാക്കൾ പറഞ്ഞു വെക്കുന്നത് സഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ ലഖിയൻ നബിയ മുഅ്മിനൻ വമാത അലൽ ഇസ്ലാം, ഈമാനോടുകൂടി റസൂലിനെ കണ്ടു, അതുപോലെ എന്ത് ചെയ്തു, മരണപ്പെട്ടു. മൻ ലഖിയ എന്നാണ് പറഞ്ഞത്, മൻ റഅ എന്നല്ല. എന്താ അറബിയിൽ റഅ എന്ന് പറഞ്ഞാൽ, കാണാന്നാണ്. കാണ എന്ന പ്രയോഗമല്ല പണ്ഡിതന്മാർ ഉപയോഗിച്ചത്, ലഖിയ എന്നാണ്. കാരണം കാണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരുണ്ട്, സഹാബാക്കളുടെ കൂട്ടത്തിൽ റസൂലിനെ കാണാത്ത ആൾക്കാരില്ലേ, റസൂലിനെ കാണാത്ത കാഴ്ച പരിമിതിയുള്ള ആളുകൾ സഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ റഅ എന്ന പദം ഉപയോഗിക്കാതെ ലഖിയ, റസൂലിൻ്റെ കൂടെ നിന്നവർ എന്ന പദം ഉപയോഗിച്ചത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, എത്ര ചെറിയ കുട്ടിയാണെങ്കിലും റസൂലിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ആരാ, സഹാബിയാണ്. അത് എത്ര ചെറിയ കുട്ടിയാണെങ്കിലും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു മസ്അല എന്നത് എത്ര കാണണം, റസൂലിനെ ഒറ്റൊരു നോട്ടം കണ്ടാൽ മതിയോ, ഒരുപാട് കാണണോ, അതല്ല കുറച്ച് കണ്ടാൽ മതിയോ, എന്താണ് അതിൻ്റെ മിഖ്ദാർ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനെന്തില്ല, ഒരു നിശ്ചിത തോതില്ല. ഒറ്റ സമയം കുറച്ച് നേരം കണ്ടാൽ തന്നെ അവൻ ആരായി, അവൻ സഹാബിയായി എന്നുള്ളതാണ്. ഒരു നിമിഷം, വല ഉലഹ്ള, ഒരു നിമിഷം കണ്ടാൽ പോലും അവനെ സഹാബിയായിട്ടാണ് പരിഗണിക്കുക. സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരാണ് അഫ്ളൽ എന്ന് ചോദിച്ചാൽ റസൂലിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സഹവാസത്തിന് സാധിച്ച ആളുകളാണ്. റസൂലിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സഹവാസത്തിന് സാധിച്ച സഹാബാക്കളാണ് ഏറ്റവും അഫ്ളലായ ആളുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബി എന്നത് അള്ളാഹു തിരഞ്ഞെടുത്തതാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മളൊക്കെ ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ട് ഞാൻ സഹാബിയായില്ല, അതല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് പ്രവാചകനായില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ്. അള്ളാഹു റസൂലിനെ തിരഞ്ഞെടുത്തതുപോലെ തന്നെ അള്ളാഹു ആ റസൂലിൻ്റെ
സന്തത സഹചാരികൾ ഈ പറഞ്ഞ സ്വഹാബാക്കളാകണം എന്നത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്, അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ സ്വഹാബിക്കാണ് ഏറ്റവും ഫضല്, സ്വഹാബികൾക്കാണ് താബിഈങ്ങളെക്കാളും എന്തുള്ളത്, ഫضലുള്ളത്. ഇനി താബിഈങ്ങളുടെ കൂട്ടത്തിൽ വലിയൊരു ആലിമുണ്ട് എന്ന് കരുതുക, എന്നാലും എവിടെ എത്തൂല, സ്വഹാബിയുടെ അടുക്കൽ എത്തൂല എന്നാണ്. എത്ര വലിയ ആലിമായാലും ഇബാദത്തിൻ്റെ വിഷയത്തിൽ ഉന്നതിയിലേക്ക് എത്തിയാലും ഒരിക്കലും ചെയ്യൂല, സ്വഹാബിയുടെ അടുക്കലേക്ക് എത്തൂല. ഒരിക്കൽ ഇബ്നു മുബാറക് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു എന്നാണ്, അയ്യുഹുമാ അഫ്ദൽ മുആവിയതു ഔ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മുആവിയയാണോ അഫ്ദൽ റളിയല്ലാഹു അൻഹു, അതല്ല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലയാണോ അഫ്ദൽ എന്ന് ചോദിച്ചു എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് താബിഇയാണ്, മുആവിയ സഹാബിയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ്, അൽ ഗുബാറു അല്ലദീ ദഖല ഫീ അൻഫി ഫറസി മുആവിയ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൻ മിൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെക്കാളും എത്രയോ ഉന്നതൻ മുആവിയയാണ് എന്ന് പറയാണ്. എന്നിട്ട് ഉദാഹരണം പറയുന്നത് എന്താ, യുദ്ധഭൂമിയിൽ കാറ്റടിച്ച് വീശുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കാറ്റടിച്ച് വീശിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഗുബാറിൻ്റെ ആ പൊടിയുടെ ഒരറ്റത്ത് പോലും ആരെത്തൂല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എത്തൂല എന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ഫضലുണ്ടോ എന്ന് ചോദിച്ചാൽ ഫضലുണ്ട്, പക്ഷെ എന്ത് ചെയ്യൂല, അദ്ദേഹം അത്രയും ഫضലുള്ള ആളാണ് ആര്, സ്വഹാബികൾ എന്നാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ താഴ്ത്തിക്കെട്ടാൻ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. അതേപോലെ തന്നെ ഇബ്നു തൈമിയ റഹിമഹുല്ല തൻ്റെ മിൻഹാജുസ് സുന്ന എന്ന് പറയുന്ന പുസ്തകത്തിലും ഈ ഒരു ഉദ്ധരണി എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സ്വഹാബാക്കളുടെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസ്സഹാബത്തു കുല്ലുഹും ഉദൂൽ, സ്വഹാബികൾ എല്ലാ ആളുകളും ആദിലിങ്ങളാണ്. അവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരാൾ ഒരു സ്വഹാബിയാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ടോ? ഇല്ല. ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ പരിശോധിക്കും, റാവിമാർ സ്വഹീഹാണോ ദുർബലരാണോ എന്ന് പരിശോധിക്കും. പക്ഷെ അത് സ്വഹാബിയാണെന്ന് സ്ഥിരപ്പെട്ടാലോ പിന്നെ അവിടെ എന്തില്ല, പരിശോധന ഇല്ല എന്നാണ്. കാരണം സ്വഹാബാക്കൾ എല്ലാ ആളുകളും ഉദൂലുകളാണ്. അവരുടെ അദാലത്ത് നമ്മൾ എന്ത് ചെയ്യൂല, അവരുടെ സത്യസന്ധത ഒരിക്കലും പരിശോധിക്കൂല എന്നാണ്. അപ്പോൾ അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാ എന്നതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ അത്തമസ്സുകു ബിമൻഹജിസ് സലഫ്, സ്വഹാബാക്കൾ നിലകൊണ്ട മാർഗത്തെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻഹജുസ് സലഫിന് എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക എന്നതാണ് ഉദ്ദേശം. അവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതൊരു വിഷയം മനസ്സിലാക്കുമ്പോഴും നമ്മൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് മനസ്സിലാക്കേണ്ടത്? സ്വഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം. സ്വഹാബാക്കൾ എങ്ങനെയാണോ അതിനെ വിശദീകരിച്ചത് ആ വിശദീകരണമാണ് എന്ത് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത്. അതല്ലാത്ത വിശദീകരണം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സത്യത്തിൻ്റെ പാതയിൽ നിന്ന് നമ്മൾ വഴിമാറി സഞ്ചരിക്കേണ്ടി വരും. നമ്മളും അഹ്ലുൽ ബിദ്അഉം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം മൻഹജുസ് സലഫാണ്. നമ്മളും അഹ്ലുൽ ബിദ്അഉം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം മൻഹജുസ് സലഫാണ്. മൻഹജുസ് സലഫിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പറയുന്ന അഹ്ലുൽ ബിദ്അഇന് നിൽക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് ഒരാൾ ഇസ്തിഗാസക്ക് ഖുർആനിൽ നിന്ന് ആയത്തോതാണ്, ആയത്തോതുന്നു. നമ്മൾ പറയുന്നു ആ ആയത്ത് കൊണ്ട് അത് ഉദ്ദേശിക്കപ്പെടൂല. രണ്ടാളുകളും, ഒരാൾ പറയുന്നു ആ ആയത്ത് കൊണ്ട് അത് ഉദ്ദേശിക്കപ്പെടും, മറ്റൊരാൾ പറയുന്നു ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടൂല. ഈ കാര്യം എങ്ങനെ തീരുമാനാക്കുക? സഹാബാക്കൾ ആ ആയത്ത് കേട്ടവരാണ്, അവർ എന്താണ് അതിനെ വിശദീകരിച്ചത്, അവർ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കടക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് അഹ്ലുൽ ബിദ്അഇനോട് സംസാരിക്കുമ്പോഴും അവരുടെ ബിദ്അത്തിന് തെളിവ് പിടിക്കുമ്പോൾ നമ്മൾ മറുചോദ്യമായി ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓതിയ ആയത്ത് ഇപ്രകാരം ഏത് സ്വഹാബിയാണ് വിശദീകരിച്ചത്, ഏത് താബിഇയാണ് വിശദീകരിച്ചത് എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെന്തില്ല, പിന്നെ ഈ പറയുന്ന അഹ്ലുൽ ബിദ്അഇന് നിലനിൽക്കാൻ പറ്റൂല എന്ന്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, നിലനിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു വലിയ ഒരു തെളിവായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എന്താ, മൻഹജുസ് സലഫ് മുറുകെ പിടിക്കണം എന്നാണ്. ശരിക്കും ഒന്നാമത്തെ അസ്ലെന്താ അഹ്ലുസുന്നയുടെ, അൽ ഖുർആനു വസ്സുന്ന. അത് പറയാതെ രണ്ടാമത്തെ അസ്ലാണ് പറഞ്ഞത്, മൻഹജുസ് സലഫിന് മുറുകെ പിടിക്കണം. അപ്പം മൻഹജുസ് സലഫ് എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? ഖുർആനും സുന്നത്തിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? ഒന്നാമത്തെ അസ്ല് അൽ ഖുർആനു വസ്സുന്ന എന്ന് കിട്ടും.
ഖുർആനും സുന്നത്തും എന്നത് ഒന്നാമത്തെ അസ്ലാണല്ലോ. ആ അസ്ലിൽ തെറ്റിയ ആളുകളുണ്ടോ? ഖുർആനും സുന്നത്തും ഒന്നാമത്തെ അസ്ലല്ല എന്ന് പറയുന്ന ആളുകളുണ്ടോ? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനും സുന്നത്തും ഒന്നാമത്തെ അസ്ല് എന്ന് പറയുമ്പോൾ ആ അസ്ലിൽ പോലും തെറ്റിയ ആളുകളുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് ഖുർആനും സുന്നത്തുമാണ് സലഫികളുടെ ഒന്നാമത്തെ അസ്ല് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള കാരണം അതാണ്. ഫലാസിഫക്കാർ, ഫിലോസഫിക്കാരും മുഅ്തസിലക്കാരും ജഹ്മിയാക്കളും ഇവരെ സംബന്ധിച്ചിടത്തോളം നഖലിനേക്കാളും പ്രാധാന്യം അഖ്ലിനാണ്. തഖ്ദീമുൽ അഖ്ലി അല നഖൽ, അഖ്ലിന് പ്രാധാന്യം കൊടുക്കുക. എന്തിനേക്കാളും? ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും. അപ്പോൾ അവരുടെ പ്രമാണം എന്തായി? അക്സായി, മാറി മറിഞ്ഞു. ഖുർആനും സുന്നത്തും അല്ല എന്ത് അവരുടെ അടുക്കൽ ഒന്നാമത്തെ പ്രമാണം. അവർ മാത്രമല്ല, സൂഫിയാക്കളുടെ അടുക്കലോ ഒരുപാട് സ്വപ്നകഥകൾ, അവരുടെ മനസ്സിൽ തോന്നിയത്, ഇതൊക്കെയാണ് എന്ത് സൂഫിയാക്കളുടെ അടുക്കൽ അവർ അസ്ലായി കാണുന്നത്. റാഫിലിയാക്കളുടെ അടുക്കലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കള്ള ഹദീസുകളാണെന്ത് അവർക്ക് തെളിവായി അവർ കൊണ്ട് നടക്കുക. അതായത് ഏറ്റവും കൂടുതൽ ദുർബലമായ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ ഉണ്ടാക്കിയ ഒരു വിഭാഗം റാഫിലിയാക്കളാണ്. അതും ആരുടെ വിഷയത്തിൽ? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ. എന്തിനു വേണ്ടി? അലി റളിയല്ലാഹു അൻഹു എവിടേക്ക് എത്തിക്കണം? റസൂലിൻ്റെ അടുക്കലേക്ക് എത്തിക്കണം. അതല്ലെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാളും മുകളിലേക്ക് കൊണ്ടെത്തിക്കണം. അങ്ങനെ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? ഹദീസിൽ വന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ എവിടെ എത്തൂല. മറിച്ച് അവരെന്ത് ചെയ്തു? പുതിയ ഹദീസുകൾ ഉണ്ടാക്കി ആ ഹദീസുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്തു? അവരുടെ വിശ്വാസങ്ങൾ പണിതു എന്നാണ്. എന്നിട്ട് ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയാണ്, അത്തമസ്സുകു ബിമാ കാന അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ ഇഖ്തിദാഉ ബിഹിം. അവർ ഏതൊരു മാർഗത്തിലാണോ സഞ്ചരിച്ചത് ആ മാർഗത്തെ മുറുകെ പിടിക്കുക. മുറുകെ പിടിച്ചാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? വൽ ഇഖ്തിദാഉ ബിഹിം, അവരെ പിൻപറ്റുകയും വേണം. ഇഖ്തിദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിൻപറ്റുക, ഇത്തിബാ ആണ്. അപ്പം ഇത്തിബാ ആണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിൻ്റെ മാനദണ്ഡം എന്താ? റസൂലിനെ എത്രത്തോളം അവൻ പിൻപറ്റുന്നു എന്നുള്ളതാണ്. അതല്ലാതെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൾ കൊണ്ട് പറഞ്ഞത് മാത്രം കാര്യമില്ല. മറിച്ച് എന്ത് ചെയ്യണം? റസൂലിനെ പിൻപറ്റണം. ജീവിതം കൊണ്ട് അവൻ റസൂലിനെ പിൻപറ്റുന്നു എന്ന് തെളിയിക്കണം. അവൻ്റെ വസ്ത്രം കൊണ്ട്, അവൻ്റെ സംസാരം കൊണ്ട്, എല്ലാ നിലക്കും റസൂലിൻ്റെ സുന്നത്തിനോട് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവൻ്റെ ജീവിതം യോജിച്ചു വരേണ്ടതുണ്ട്. അപ്പോഴാണ് അവൻ എന്തായി മാറുക? റസൂലിനെ സ്നേഹിക്കുന്നവനായി മാറും. നമ്മൾ ഒരാളെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹം എവിടേക്ക് എത്തിക്കും? ഇത്തിബായിലേക്ക് എത്തിക്കുന്നതാണ്. അവന് പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കും. നമുക്കറിയാം, ദുനിയാവിൽ തന്നെ നമ്മൾ ആരെങ്കിലും ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ആ സ്നേഹത്തിൻ്റെ അടയാളം എന്താ? അദ്ദേഹം പറഞ്ഞതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കേൾക്കണം. അദ്ദേഹം പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് എന്ത് ചെയ്യുക? സ്നേഹം യഥാർത്ഥമായി മാറാനാണ്. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറ. ഈ ആയത്ത് സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത് മൻഹജുസ് സലഫിനെ മുറുകെ പിടിക്കണം എന്നതിന് തെളിവാണ്. മൻഹജുസ് സലഫിനെ മുറുകെ പിടിക്കണം എന്നതിൻ്റെ തെളിവെന്താ? സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്താണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൻഹജുസ് സലഫ് എന്ന് പറഞ്ഞാൽ തന്നെ അവർ കളിയാക്കി പറയും, ഇവർക്ക് മൂന്നാമത്തെ ഒരു പ്രമാണമാണെന്ത് മൻഹജുസ് സലഫ് എന്ന്. കാരണം കളിയാക്കുക, പരിഹസിക്കുക എന്നല്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? തെളിവ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് എന്ത് ചെയ്യുക? പരിഹാസത്തിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻഹജുസ് സലഫിനുള്ള തെളിവാണ് സൂറത്തു നിസായിലെ 115-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ആ തെളിവ് എടുക്കാൻ പറ്റുക? വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബിഅ, അവൻ പിൻപറ്റുന്നു ഏത് മാർഗം? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത അവൻ പിൻപറ്റുന്നു എന്നാണ്. അപ്പം മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത എന്ന് പറയുമ്പോൾ ആദ്യത്തെ മുഅ്മിനീങ്ങൾ ആരാ? സഹാബാക്കളാണല്ലോ. സഹാബാക്കളുടേതല്ലാത്ത പാത പിൻപറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻഹജുസ് സലഫിൽ നിന്ന് തെറ്റിപ്പോകുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇൻ യുതിഇൻ നാസു അബാ ബക്രിൻ വഉമർ യുർഷിദു, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരെ പിൻപറ്റിക്കഴിഞ്ഞാൽ നേർമാർഗം പ്രാപിക്കുന്ന ശരിയായ മാർഗത്തിലേക്ക് അവരെത്തിപ്പെടും. സഹാബാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അൻ-നുജൂമു അമനത്തുൻ ലിസ്സമ, ആകാശത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി അള്ളാഹു നിയമിച്ചതാണ് നക്ഷത്രങ്ങൾ. ഫഇദാ ദഹബത്തിൻ നുജൂമു അത്തസ്സമാഅ മാ തുഅദ്,
നക്ഷത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണോ ആകാശത്തിന് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അതെന്ത് ചെയ്യും? വരും. വ അന അമനത്തുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ അസ്ഹാബുകൾക്ക് സ്വഹാബാക്കൾക്കുള്ള സംരക്ഷണമാണ്. ഫഇദാ ദഹബ്തു, ഞാൻ പോയി കഴിഞ്ഞാൽ അത അസ്ഹാബി മാ യുഅദുൻ, എൻ്റെ അസ്ഹാബുകൾക്ക് എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് വന്നെത്തും. വ അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ സംരക്ഷകരാണ് ആര്? അസ്ഹാബികൾ, സ്വഹാബാക്കൾ, എൻ്റെ സ്വഹാബാക്കൾ. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ അസ്ഹാബികൾ പോയി കഴിഞ്ഞാൽ അത ഉമ്മത്തി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിന് എന്താണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് അത് വരുന്ന. അപ്പോൾ ഇവിടെ പറയുന്നത് വ അസ്ഹാബി അമനത്തുൻ ലി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനുള്ള സംരക്ഷകരാണ് സ്വഹാബാക്കൾ എന്ന് പറയാം. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി, എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ഇഖ്തിലാഫുകൾ കാണാൻ പറ്റും. അവരെന്താ ചെയ്യേണ്ടത്? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സുന്നത്ത് പിൻപറ്റണം, അതല്ലെങ്കിലോ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്ത് പിൻപറ്റണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് അക്രിമു അസ്ഹാബി, എൻ്റെ അസ്ഹാബുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആദരിക്കണം. ഫഇന്നഹും ഖിയാറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ ആരാണ്? സ്വഹാബികളാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് റസൂലിനെയാണ്. ആ റസൂലിന് ശേഷം നമ്മൾ പഠിക്കേണ്ടത് ആരെയാണ്? സഹാബികളെയാണ്. അവിടെയാണ് ഷെയ്ഖ് റസലാൻ ഹഫിളൊക്കെ പറയുന്നത്, ഇന്ന് ഒരു മുസ്ലിം യുവാവിനോട് അവൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ടീമിലെ, ഫുട്ബോൾ ടീമിലെ ഒരു സ്ക്വാഡിലുള്ള ആളുകളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? സ്ക്വാഡിലുള്ള ആളുകളും സബിലിരിക്കുന്ന ആളുകളും എല്ലാ ആളുകളുടെ പേരും എന്ത് ചെയ്യും? അവൻ പറയും. ഇനി അതല്ല, 2 വർഷം മുമ്പ് ആ ടീമിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. എന്നാൽ 10 സ്വഹാബാക്കളുടെ പേര് അവനോട് പറഞ്ഞാലോ നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ ആ 5 സ്വഹാബാക്കളുടെ ചരിത്രം വായിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാലോ അതും പറയാൻ പറ്റൂല. എന്നാൽ അവൻ ഇഷ്ടപ്പെടുന്ന താരത്തിൻ്റെ പേരറിയാം, ആ താരത്തിന് എത്ര കുട്ടികളുണ്ട് എന്നറിയാം, ആ കുട്ടികളിൽ കളിക്കുന്ന ആളുകൾ ആരാണെന്നറിയാം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളുടെ പോക്ക് ഏത് കോലത്തിലാണെന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹാബാക്കളെ കുറിച്ച് പഠിക്കുക, അവരുടെ ജീവിതം ഉൾക്കൊള്ളുക എന്നതിൽ പരം ആസ്വാദനം ലഭിക്കുന്ന മറ്റൊന്നൊന്നില്ല, ലോകത്തില്ല എന്നുള്ളതാണ്. അവരെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സമാധാനം എന്ത് ചെയ്യും? നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സഹാബാക്കളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ സ്ഥാനം നമുക്കറിയണമെങ്കിൽ അവരുടെ ജീവിതം പഠിക്കുന്നതാണ്. അവരുടെ ജീവിതം നമ്മൾ പഠിച്ചേ മതിയാകുള്ളൂ എന്നാണ്. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല? നമുക്ക് അവരുടെ ജീവിതത്തെ തൊട്ടറിയാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഖൈറു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഖൈറുള്ള ആളുകൾ സഹാബാക്കളാണ് എന്ന് പറയുമ്പോൾ ആ ഖൈറുള്ള ഉമ്മത്തിനെ കുറിച്ച് നമ്മൾ അജ്ഞരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ അശ്രദ്ധയാണ്, വളരെ വലിയ അശ്രദ്ധയാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് ഇൽമിയായി ഒരുപാട് നമ്മൾ വായിക്കും. പക്ഷെ നമ്മുടെ ജസദിനെ, നമ്മുടെ നഫ്സിനെ ഉണർത്തുന്ന രൂപത്തിലുള്ള വായനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബാക്കളെ കുറിച്ചുള്ള വായനകളാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത മത്നിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ വതർക്കുൽ ബിദഇ, മൻഹജുസ് സലഫിനെ മുറുകെ പിടിക്കണം, സഹാബാക്കളെ പിൻപറ്റണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് വതർക്കുൽ ബിദ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിദഅത്തുകൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ബിദഅത്തുകളെ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പോൾ അൽ ബിദ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അൽ ബിദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജംഉ ബിദഅത്തിൻ, ബിദഅത്തിൻ്റെ ജംആണ് ബിദഅത്തുകൾ എന്നാണ് അർത്ഥം. ബിദഅത്തുകൾ. തർക്കു കുല്ലി ഹദസിൻ ഫിദ്ദീൻ, എന്താണ് ബിദഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ പുതുതായി ചേർക്കപ്പെട്ടതിനെയെല്ലാം എന്ത് ചെയ്യാം? ഒഴിവാക്കുക എന്നതാണ് ബിദഅത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൽ ഒന്നാമത്തെ മസ്അലയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദഅത്തിൻ്റെ വിഷയത്തിൽ എന്താണ് ബിദഅത്ത് എന്നാണ്. എന്താണ് ബിദഅത്ത്? അപ്പോൾ ബിദഅത്തിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഉദ്ധരണികളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ ഡെഫിനിഷനുകളാണ്, താരീഫുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. ചുരുക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, ദീനിൽ പുതുതായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും എന്താണ്? ബിദഅത്താണ്. ദീനിൽ പുതുതായി ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും, അതാണ് പറഞ്ഞത് മൻ അഹ്ദസ, പുതുതായി ഉണ്ടാക്കി, ഫി അംരിന, നമ്മുടെ വിഷയത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശം ദീനി വിഷയത്തിൽ പുതുതായി ഉണ്ടാക്കിയാലാണ് അതിനെ ഏത് ഗണത്തിൽ ഉൾപ്പെടുത്തുക? ബിദഅത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ്.
ഇനി അവിടെ രണ്ടാമത്തെ മസ്അലയായി മനസ്സിലാക്കേണ്ടത് ഖത്തറുൽ ബിദ്അ, ബിദ്അത്തിന്റെ അപകടമാണ്. ബിദ്അത്തിന്റെ അപകടമാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് ബിദ്അത്ത് എന്നത് ഇഹ്ദാസുൻ ഫിദ്ദീൻ, ദീനിൽ പുതുതായി ഒരു കാര്യം ഉണ്ടാക്കലാണ്. അതാണ് ഒന്നാമത്തെ അപകടം. ദീനിൽ പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അപകടമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, ഷർറുൽ ഉമൂരി മുഹ്ദസാതുഹാ മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അതാണ് ഒന്നാമത്തെ അപകടം, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ബിദ്അത്തിന്റെ അപകടം അൽ ബിദ്അത്തു മിൻ ജുംലത്തിൽ ഖൗലി അലല്ലാഹി ബിലാ ഇൽമിൻ വലാ ബുർഹാൻ. അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കലാണെന്ത് ബിദ്അത്തുകാരൻ ചെയ്യുന്നത് എന്നാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഅ്ലമുൽ മുഹറമാത്ത്, ഏറ്റവും വലിയ ഹറാമാണെന്ത് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കുക. അപ്പം അള്ളാഹു ദീനായിട്ട് എന്താണ് അവതരിപ്പിച്ചത്, ആ ദീന് സ്വീകരിക്കാതെ ഓൻ പറയാൻ ഇതും എന്താണ് ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറയാം. അപ്പോൾ ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറയണമെങ്കിൽ ആര് പറയണം? അള്ളാഹ് പറയണം. അപ്പോൾ ഒരാൾ ഇത് ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അവൻ പറയാതെ പറയുന്നത് ആരുടെ വിഷയത്തിലാണ്? അള്ളാഹിൻ്റെ വിഷയത്തിലാണ് അവൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ അപകടം എന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലാതെ സംസാരിക്കലാണ് ബിദ്അത്തുകാരൻ ചെയ്യുന്നത് എന്നാണ്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അറിവില്ലാത്ത വിഷയത്തിൽ നീ ഇടപെടരുത് എന്നാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാം അള്ളാഹിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന, എല്ലാ കാര്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ അപകടമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് അന്നഹ ശറഉൻ ഫിദ്ദീനി മാ ലം യഅ്സൻ ബിഹില്ലാ, അള്ളാഹു അനുവദിക്കാത്ത ഒരു കാര്യം എന്ത് ചെയ്യലാണ്? ദീനിൽ സ്ഥിരപ്പെടുത്തലാണ്. അള്ളാഹു അനുവദിച്ചിട്ടില്ല, അപ്പം അനുവദിക്കാത്തൊരു കാര്യത്തെ ദീനിൽ സ്ഥിരപ്പെടുത്തലാണ് ബിദ്അത്തുകാരൻ ചെയ്യുന്നത് എന്നാണ്. അതാണ് രണ്ടാമത്തെ വിഷയം. അവിടെ നമ്മളൊരു അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാ തശ്രീഅ ഫിദ്ദീനി ഇല്ലാ ബിഇദ്നിൻ ശറഈ, ദീനിൽ ഒരു കാര്യവും പുതുതായി ഉണ്ടാക്കാൻ പറ്റൂല, ശറഇൽ നിന്ന് എന്ത് വേണം? അനുമതി വേണം. ശറഇൽ നിന്ന് അനുമതി ഇല്ലാതെ ദീനിൽ ഒരു പുതിയ കാര്യവും ഉണ്ടാക്കാൻ പാടില്ല. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവിനാണ് എല്ലാ ഹുക്കുമിൻ്റെയും അനുമതിയുള്ളത്. അള്ളാഹുവാണ് ഹുക്മ് പുറപ്പെടുവിക്കേണ്ടത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറായിൽ ചോദിക്കുന്നത് അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ മാ ലം യഅ്സൻ ബിഹില്ലാ, അവർക്ക് പങ്കാളികളുണ്ടോ? ദീനിൽ ചില കാര്യങ്ങളൊക്കെ അവർക്ക് നിയമിക്കുന്ന നിയമമാക്കി കൊടുക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ എന്നുള്ള ചോദിക്കാൻ. അങ്ങനെ ഇല്ല എന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ് അവിടെ ചെയ്യുന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നിടത്ത്, ഹദീസിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ പറയുന്നത് വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും, നബിക്ക് പോലും എന്തിന് അനുമതിയില്ല? ദീനിൽ ഒരു പുതിയതായി ഒരു കാര്യം ഉണ്ടാക്കാൻ നബിക്ക് അനുമതിയുണ്ടോ? ഇല്ല. നബിക്ക് പോലും അനുമതിയില്ലാത്തൊരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? ചില സാധാരണക്കാരെ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്നാണ്. അത് വളരെ വലിയ അപകടമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തേത് അൽ ബിദ്അതു സബബുൻ മിൻ അസ്ബാബി അദമി ഖബൂലിൽ അമൽ, അവൻ്റെ അമൽ സ്വീകരിക്കൂല. ബിദ്അത്തുകാരൻ്റെ യാതൊരു അമലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. കാരണം ഒരു അമൽ സ്വീകരിക്കണമെങ്കിൽ എത്ര ഷർത്താ ഉള്ളത്? 2 ഷർത്താണ്. ഒന്ന് അൽ ഇഖ്ലാസ്, 2 അൽ മുതാബഅ, പിൻപറ്റണം. നബി പറഞ്ഞതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആ ഷർത്ത് എന്ത് ചെയ്തു? പോയി എന്നുള്ളതാണ്. ആ ഷർത്ത് നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് നാലാമത്തെ അപകടം. അപ്പോൾ ഇവിടെ ദീന് എന്താണോ പറഞ്ഞത് അത് ചെയ്യുക എന്നുള്ളതാണ് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ദീന് അനുമതി നൽകാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കാത്തത്, അള്ളാഹു പഠിപ്പിക്കാത്തത് ദീനിൽ കൂട്ടിച്ചേർക്കുക എന്നതിനെയാണ് എന്തെന്ന് പറയാം? ബിദ്അത്തുകൾ എന്ന് പറയാം. അപ്പോൾ ബിദ്അത്തുകൾ മനസ്സിലാക്കാൻ ചില വഴികളുണ്ട്, ചില ഉസൂലുകളുണ്ട്. അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. ഈ അസ്ല് നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും എഴുതി വെക്കേണ്ട ഒന്നാണ്. അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. ഇബാദത്തിൻ്റെ അസ്ൽ എന്താണ്? തൗഖീഫാണെന്നാണ്. എന്താ അർത്ഥം? ഇബാദത്തിൻ്റെ അസ്ൽ തൗഖീഫാണെന്നതിൻ്റെ ഉദ്ദേശം എന്താ? അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്.
ഒരു ഇബാദത്തായി സ്ഥിരപ്പെടണമെങ്കിൽ ആര് പറയണം? അള്ളാഹുവോ റസൂലോ പറയണം. അതായത് പുതുതായിട്ടൊരു ഇബാദത്ത് ഉണ്ടാക്കാൻ പറ്റുമോ ഒരാൾക്ക്? ഇല്ല, പുതുതായി ഒരു ഇബാദത്ത് ഉണ്ടാക്കാൻ പറ്റൂല. ഇബാദത്തിൻ്റെ അസ്ല് തൗഖീഫാണ്. എന്തിൻ്റെ മേലാണ് ഇബാദത്ത് നിലകൊള്ളുന്നത്? ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും മേലാണ് നിലകൊള്ളുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഒരാൾ എന്ത് ചെയ്തു? ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കി. ഒരാൾ പറയാണ് ഒരു പുതിയ ഇബാദത്ത് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ഇബാദത്ത് ഉണ്ടാക്കിയിട്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞു, ഇത് ഉണ്ടാക്കാൻ പാടില്ല, എങ്ങനെയാണ് നീ ഒരു ബിദ്അത്ത് ഉണ്ടാക്കുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു റസൂല് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഒരു പുതിയ കാര്യം ഉണ്ടാക്കി, എന്നിട്ട് ചോദിക്കുകയാണ് റസൂൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ അവിടെ മറുപടി കൊടുക്കാൻ പറ്റുക? ഒന്നാമത്തെ മറുപടി, റസൂൽ ചെയ്യാൻ പാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? റസൂൽ ചെയ്യാൻ പാടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, അതില്ല. രണ്ടാമത്തേത് അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. ഒരു കാര്യം ഇബാദത്തായിട്ട് ആരാണോ അവതരിപ്പിക്കുന്നത് അവനാണ് എന്ത് ചെയ്യേണ്ടത്? തെളിവ് കൊണ്ടുവരേണ്ടത്. ഏതെങ്കിലും ഒരാൾ പറയാം ഇന്നത് ഇബാദത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ പറയുന്നത് അവൻ എന്ത് ചെയ്യണം? തെളിവ് കൊണ്ടുവരണം എന്നാണ്. നബിദിനത്തിൻ്റെ വിഷയത്തിലൊക്കെ സാധാരണ നമ്മൾ ബിദ്അത്താണ് എന്ന് പറയുമ്പോൾ വലിയ ചോദ്യം എന്ന നിലക്ക് വലിയ ജീവികളായി ചമഞ്ഞുകൊണ്ട് അവർ ചോദിക്കാറുള്ളതാണ് നബിദിനം പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നോ എന്ന്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? നബിദിനം ഇബാദത്താണ് എന്നൊരാൾ വാദിച്ചു കഴിഞ്ഞാൽ ആ വാദിച്ചവനാണ് എന്ത് ചെയ്യേണ്ടത്? തെളിവ് കൊണ്ടിരേണ്ടത്. അത് മാത്രമല്ല, പാടുണ്ടെന്ന് നബി പറഞ്ഞിട്ടുണ്ടോ? സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. അപ്പം അതൊരു വിഡ്ഢിത്തരാണ്. ഇബാദത്ത് സ്വന്തം ഉണ്ടാക്കുക, എന്നിട്ട് പറയാം ഒരുപാട് കാലത്തിന് ശേഷം ഇബാദത്ത് ഉണ്ടാക്കുക, എന്നിട്ട് നബി എന്ത് ചെയ്യണം? ആ ഇബാദത്ത് പാടില്ല എന്ന് പറയണമെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പുതിയ തരത്തിലുള്ള എന്തെങ്കിലും ആൽക്കഹോളിക്കായ വസ്തുക്കൾ ഒരാൾ പറയണം MDMA പാടില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ആ പേരും പറഞ്ഞുകൊണ്ട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എന്താ ഉത്തരം പറയുവാനോട്? അതിൻ്റെയൊക്കെ അസ്ലിതാണ്, ഒക്കത്തിൻ്റെ അസ്ലിതാണ്. എന്താണോ മത്തുണ്ടാക്കുന്നതൊക്കെ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനുശേഷം എന്തൊക്കെയാണോ വന്നത് അതൊക്കെ എന്ത് ചെയ്യും? ഖിയാസ് ചെയ്യപ്പെടും. ഒന്നും പാടില്ല എന്നാണ്. അപ്പോൾ അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. ഇബാദത്തിൻ്റെ അടിസ്ഥാനം തൗഖീഫാണ് എന്നാണ് നമ്മൾ അതിൻ്റെ വിഷയത്തിൽ, ബിദ്അത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയം. ഇനിയും ഒരുപാട് കായികകളുണ്ട്. മറ്റൊരു കായിക നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ അസ്ലു ബി റബ്തിൽ ഇബാദത്തി ബിസബബി അത്തൗഖീഫ്. അൽ അസ്ലു ബി റബ്തിൽ ഇബാദത്തി ബിസബബിൻ അത്തൗഖീഫ്. അതായത് ബിദ്അത്തുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ അസ്ൽ എന്താ? അൽ അസ്ലു ഫിൽ ഇബാദത്തി അത്തൗഖീഫ്. രണ്ടാമത്തെ അസ്ല് അൽ അസ്ലു ബി റബ്തിൽ ഇബാദത്തി ബിസബബിൻ അത്തൗഖീഫ്. ഒരു കാരണത്തിലേക്ക് ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനും എന്ത് വേണം? തൗഖീഫാണ് അസ്ല് എന്നാണ്. അത് ഉദാഹരണം പറയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില ആളുകൾ ചില കാരണത്താൽ എന്ത് ചെയ്യും? ചില ഇബാദത്തുകൾ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പള്ളിയിലേക്ക് വരുമ്പോൾ, പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരാൾ പറയണം 10 സ്വലാത്ത്. പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ 10 സ്വലാത്ത്. അപ്പോൾ ആ സ്വലാത്ത് എന്ത് കാരണത്താലാണ്? പള്ളിയിലേക്ക് കയറുക എന്ന കാരണത്താൽ 10 സ്വലാത്ത്. അപ്പോൾ അങ്ങനെ ഒരു സ്വലാത്ത് ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ ഒരു കാരണത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് ഇന്ന കാര്യം ഇബാദത്താണ് എന്ന് ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ബിദ്അത്തുകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ കാരണത്താൽ നോമ്പ് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ പറഞ്ഞവൻ തെളിവ് കൊണ്ടുവരണം, ആ പറഞ്ഞ വ്യക്തി തെളിവ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ ഖായിദയായിട്ട് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത് സിഫത്തുൽ ഇബാദത്തി തൗഖീഫിയ്യത്തുൻ അലദ് ദലീൽ. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഖായിദയാണ്. ഇതുവരെ പറഞ്ഞതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഖായിദയാണ് സിഫത്തുൽ ഇബാദത്തി തൗഖീഫിയ്യത്തുൻ അലദ് ദലീൽ. ഇബാദത്തിൻ്റെ രൂപം ഉണ്ടാവും. ഇബാദത്തിനൊരു രൂപം ഉണ്ടാവുമല്ലോ. ആ രൂപവും എന്തിനെ തേടുന്നുണ്ട്? ദലീലുകളെ തേടുന്നുണ്ട് എന്നുള്ളതാണ്. ഇബാദത്തിനൊരു രൂപം ഉണ്ടാവും, ആ രൂപവും ദലീലിനെ തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സിഫത്തിലും യാതൊരു മാറ്റവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വരുത്താൻ പറ്റൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതാണ് ബിദ്അത്തുമായി ബന്ധപ്പെട്ട് നാലാമത്തെ അപകടം. അഞ്ചാമത്തെ അപകടം, ബിദ്അത്തിൻ്റെ വിഷയത്തിലുള്ള അഞ്ചാമത്തെ അപകടം, മിൻ അഅ്ലമി അസ്ബാബി ഖതരിൽ ബിദ്അ തഫ്രീഖുൽ ഉമ്മത്ത് എന്തെയും? വിഭജിക്കും.
ബിദ്അത്ത് കാരണത്താലാണ് എന്ത് ചെയ്യുക, ഉമ്മത്ത് ഒരുപാട് ഗ്രൂപ്പുകളായി മാറാന്ന്. നമ്മുടെ ഉമ്മത്ത് വിഭജിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താ? ബിദ്അത്തുകളാണ്. ബിദ്അത്തുകൾ ഒരുപാട് ഉണ്ടാക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരുപാട് ടീമുകൾ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ഖുതുബയിലും അതുകൊണ്ടായിരുന്നു ഉമ്മത്തിനെ ബിദ്അത്തിന്റെ ഗൗരവം ഉത്ബോധിപ്പിച്ചത് എന്നാണ്. എല്ലാ ഖുതുബയിലും തുടക്കത്തിൽ അങ്ങനെയല്ലേ പറയാം, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസി കിതാബുല്ലാഹ്. എന്നിട്ട് അവസാനം പറയുന്നത് വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. എല്ലാ ഖുതുബയിലും അത് ഉത്ബോധിപ്പിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി തിരിയുന്ന. ഈ 73 വിഭാഗമായി തിരിയാനുള്ള കാരണം ബിദ്അത്താണ്. എല്ലാ വിഭാഗവും ഖുർആനും സുന്നത്തും മൻഹജു സലഫും പിന്തുടർന്നിരുന്നുവെങ്കിൽ അവർ വിഭജിക്കുമോ? ഇല്ല, ഒരിക്കലും വിഭജിക്കൂല. ഒരിക്കലും വിഭജിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവിടെ പറയുന്നത് സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് വിഭജിക്കുന്ന. അപ്പോൾ ഉമ്മത്ത് എന്നതിനെ പണ്ഡിതന്മാർ 2 രൂപത്തിൽ വിഭജിച്ചിട്ടുണ്ട്. ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രൂപത്തിലാണ്. ഒന്ന് ഉമ്മത്തു ദഅവ, മറ്റൊന്ന് ഉമ്മത്തു ഇജാബ. ഉമ്മത്തു ദഅവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമുസ്ലിങ്ങളാണ്. ഉമ്മത്തു ദഅവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമുസ്ലിമീങ്ങൾ. ഉമ്മത്തു ഇജാബ, എന്താ ഇജാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ഉത്തരം നൽകിയ ആളുകൾ, അതായത് ഇസ്ലാം പുൽകിയ ആളുകൾ. അപ്പോൾ ഇവിടെ സതഫ്തരിഖു ഉമ്മത്തി, എൻ്റെ ഉമ്മത്ത് വിഭജിക്കുമെന്ന് പറയുമ്പോൾ ഉമ്മത്തു ദഅവയല്ല ഉദ്ദേശം, മറിച്ച് ഉമ്മത്തുൽ ഇജാബയാണ്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? 73 വിഭാഗമായി തിരിയുന്ന. അതിൽ രക്ഷപ്പെടുന്നത് ആര് മാത്രമാണ്? ഒറ്റ ഒരു വിഭാഗം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിദ്അത്തിന്റെ അസ്ലുകളുണ്ട്. ബിദ്അത്തിന്റെ അസ്ലുകൾ എന്ന് പറയുമ്പോൾ ബിദ്അത്തിന്റെ കക്ഷികളുടെ കൂട്ടത്തിൽ അടിസ്ഥാനപരമായി എണ്ണപ്പെടുന്ന ചില വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഖവാരിജുകൾ, ഖദരിയാക്കൾ, മുർജിയാക്കൾ, ജഹ്മിയാക്കൾ, റവാഫിലുകൾ. ഇതാണ് ഉസൂലുകൾ. ഈ ഉസൂലിൽ നിന്നാണ് പിന്നെ പറയുന്ന ഇമാതുരീദിയ, അൽ അശാഇറ, ഇവരൊക്കെ ഉണ്ടാകുന്നത് ഈ ഉസൂലിൻ്റെ ബേസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്ത ഒരു വിഭാഗമാണ് ആര്? ഖവാരിജുകൾ. നബിയുടെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉടലെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് പറയാണ്, ഇഅ്ദിൽ, നബിയെ താങ്കൾ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. ആരോടാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഖവാരിജിയത്തിൻ്റെ ഒന്നാമത്തെ തുടക്കം എന്നാണ്. നബിയുടെ കാലത്ത് തന്നെ ഉത്ഭവിച്ച വിഭാഗമാണ് ഖവാരിജുകൾ. രണ്ടാമത്തേത് സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ആളുകളാണ് ഖദരിയാക്കൾ. സഹാബാക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടായ ആളുകളാണ് ഖദരിയാക്കൾ. മൂന്നാമത്തേത് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ഉത്ഭവിച്ച ആളുകളാണ് മുർജിയാക്കൾ. നാലാമത്തേത് അതിനുശേഷം അത്ബാഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ നിലകൊണ്ട ആളുകളാണ് അൽ ജഹ്മിയ്യ. ജഹ്മിയ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം ജഹ്മുബിന് സഫ്വാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ്. ജഹ്മുബിന് സഫ്വാനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് അൽ ജഹ്മിയ എന്ന് വിളിച്ചത്. ജഹ്മുബിന് സഫ്വാൻ അദ്ദേഹത്തിൻ്റെ വിശ്വാസം സ്വീകരിച്ചത് ജഅദ് ബിൻ ദിർഹമിൽ നിന്നാണ്. ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ഈ ജഅദ് ആകട്ടെ ഒരു നസ്രാനിയാണ് എന്ന അഭിപ്രായമുണ്ട്. അതല്ല, നസ്രാനികളുടെ കൂടെ ജീവിച്ച ആളായിരുന്നു ആര്? ജഅദ് എന്നാണ്. ജഹ്മിയാക്കളുടെ അഭിപ്രായം അള്ളാഹുവിന് നാമങ്ങളുമില്ല വിശേഷണങ്ങളും ഇല്ല എന്നാണ്. യുൻകിറൂനൽ അസ്മാഅ വസ്സിഫാത്ത്, നാമങ്ങളെയും നിഷേധിക്കുന്നു, വിശേഷണങ്ങളെയും അവർ നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഈ അപകടം കാരണത്താൽ 2 ആളുകളെയും ആ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ എന്ത് ചെയ്തതാണ്? കൊന്നതാണെന്ന്. 2 ആളുകളെയും, ജഹ്മിനെയും ജഅദിനെയും എന്ത് ചെയ്തു? ആ നാട്ടിലെ ഭരണാധികാരികൾ കൊന്നൊടുക്കിയെന്നാണ്. ജഅദിനെ കൊല്ലാൻ പോകുന്ന നേരത്ത് ആ സമയത്ത് അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു എന്നാണ്, ലഹു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉൽഹിയത്ത് അറുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാം, തഖബ്ബലല്ലാഹു ലഹായാക്കും, നിങ്ങളുടെ ഉൽഹിയത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഫഇന്നി മുദഹിൻ ബിൽ ജഅദ് ബിൻ ദിർഹം, ഞാൻ ഇന്ന് ഉൽഹിയത്തായിട്ട് അറക്കുന്നത് ആരെയാണ്? ജഅദിനെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് അന്നത്തെ ഭരണാധികാരി. കാരണം അത്ര ഈമാനിനെ കോട്ടം സംഭവിക്കുന്ന ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്രയും സൂക്ഷ്മത ആര് പുലർത്തും? ആ
ആ നാട്ടിലെ ഭരണാധികാരികൾ പുലർത്തുന്ന. കാരണം എന്ത് നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെടാൻ പാടില്ല, ഈമാൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ദുനിയാവിൽ നമുക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും നമുക്ക് ദുനിയാവേ നഷ്ടപ്പെടുള്ളൂ. പക്ഷെ ദുനിയാവിൽ ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെട്ടാൽ അവൻ്റെ ദുനിയാവും അവനക്ക് നഷ്ടമാണ്, ആഖിറവും അവന് നഷ്ടമാണ്. രണ്ടും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. അഞ്ചാമത്തെ വിഭാഗമാണ് റാഫിലിയാക്കൾ. അവർക്ക് റാഫിലത്ത് എന്ന പേര് ലഭിക്കാനുള്ള കാരണം അവരെന്ത് ചെയ്തു, ഒരിക്കൽ സെയ്ദ് ബിൻ അലി എന്ന വ്യക്തിയുടെ അടുക്കലേക്ക് പോവുകയും എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും ചോദിച്ചു. ആ ചോദിച്ച സമയത്ത് പറഞ്ഞു, അവർ രണ്ടുപേരും നമ്മുടെ അഹ്ലുസുന്നയിലെ ഇമാമിങ്ങളാണ്, റസൂലിൻ്റെ സഹാബാക്കളാണ് എന്നെന്ത് ചെയ്തു, അവരുടെ ഫضല് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഫضല് പറഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തിട്ടില്ല, അത് പിടിച്ചില്ല എന്നാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഇവരവിടുന്ന് ഒഴിവായി പോന്നു. ആ കാരണത്താലാണ് ഇവർ ഏത് പേരിൽ അറിയപ്പെട്ടത്, റവാഫിൽ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് പിന്മാറിപ്പോയ ആളുകൾ. റവാഫിലിയാക്കളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അപകടം പിടിച്ച ടീമാണ്. ഉലമാക്കൾ അവരുടെ കൂട്ടത്തിലെ റവാഫിലത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ പല ആളുകളുണ്ട്. അതിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ ഇവർ പറയുന്നത് സ്വനമുൻ മിൻ സ്വനമൈ ഖുറൈശ്, ഖുറൈശികളുടെ രണ്ട് വിഗ്രഹങ്ങൾക്കെതിരെ ലഅനത്ത് ചൊല്ലുന്ന ഇവരെന്ത് ചെയ്യാണ്, നശിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ. ആർക്ക് വേണ്ടി, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുമെതിരെ ഇവർ ശാപവാക്കുകൾ പറയുന്നുണ്ട്. അല്ലാഹുൽ മുസ്തആൻ. അതുകൊണ്ട് തന്നെ ഇവർ കാഫിറുകളാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കാരണം സ്വഹാബാക്കളെ ഒരാൾ അംഗീകരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ സ്വഹാബാക്കൾ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്ക് എത്തിപ്പെടുക, കുഫറിലേക്കാണ് എത്തിപ്പെടുക എന്നാണ്. എന്നാൽ അവരുടെ വിഭാഗത്തിൽ തന്നെ, ഷിയാക്കളുടെ വിഭാഗത്തിൽ തന്നെ സ്വഹാബാക്കളെ തക്ഫീർ ചെയ്യാത്ത ആളുകളുണ്ട്. അവരെന്തല്ല, കാഫിറുകളല്ല പക്ഷെ ബിദഈകളാണ്. കാഫിറുകളല്ല പക്ഷേ ബിദഈകളാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് വിഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഫിറുകളുമുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്. ഈ പറഞ്ഞ 5 വിഭാഗത്തിൽ കാഫിറുകളുമുണ്ട്, മുസ്ലിമീങ്ങളുമുണ്ട്. കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഖദരിയാക്കൾ. ഖദരിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ജഹ്മിയാക്കളാണ്. ജഹ്മിയാക്കളുടെ വിഷയത്തിൽ 500 ആലിമീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ കാഫിറുകളാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ആ വിഷയം തൻ്റെ ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. വലഖദ് തഖല്ലദ കുഫ്റുഹും 50 ഫി 10 മിനൽ ഉലമാഇ ഫിൽ ബുൽദാനി വല്ലാലക്കാഇ അൽ ഇമാമു ഹകാഹു ഇൻദഹും ബൽ ഹഖാഉ ഖബ്ലഹു തബറാനി. ഇമാം തബറാനി റഹിമഹുല്ലാ എന്ത് ചെയ്തിട്ടുണ്ട്, ആ 500 ഉലമാക്കളെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി റാഫിലിയാക്കളും കാഫിറുകളാണ്. 3 കാരണത്താലാണ് അവരുടെ അടുക്കൽ 3 കുഫർ ഉണ്ടായിട്ടുണ്ടെന്നാണ്. ഒന്നാമത്തേത്, അവർ അഹ്ലുൽ ബൈത്തിനെ ആരാധിക്കും. റസൂലിൻ്റെ കുടുംബക്കാരവരെന്ത് ചെയ്യും, നേരിട്ട് ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തേത്, അവർ ഖുർആനിനെ കുറിച്ച് വിശ്വസിക്കുന്നത് ഖുർആൻ എന്തല്ല, സംരക്ഷിക്കപ്പെട്ട ഒന്നല്ല എന്നാണ്. ഖുർആൻ മഹ്ഫൂള് അല്ല എന്നാണ് പറയുന്നത്. അതായത് ഖുർആനിൻ്റെ 1/3 ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ്. നമ്മുടെ അടുക്കൽ നമ്മൾ ഓതുന്ന ഖുർആൻ എന്താണ്, അപൂർണമാണെന്നാണ് അവർ പറയുന്നത്. 1/3 ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് ഇവരുടെ അടുക്കൽ ഒരു ഖുർആനുണ്ട്, മുസ്ഹഫ് ഫാത്തിമിയാക്കളുടെ മുസ്ഹഫ്, അതാണെന്ത്, പൂർണ്ണമായ ഖുർആനാണ് എന്നാണ് ഇവർ പറയുന്നത്. മൂന്നാമത്തത്, സഹാബാക്കൾ എന്ത് ചെയ്തു, ഇവർ തക്ഫീർ ചെയ്തു. ഈ 3 കാരണത്താൽ റാഫിലിയാക്കൾ ആരാണ്, കാഫിറുകളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുഅ്തസിലാക്കളും അശാഇറക്കാരും ഇവർ ജഹ്മിയാക്കളിൽ നിന്ന് ഉത്ഭവിച്ച ടീമാണ്. ജഹ്മിയാക്കളുടെ ഫർആണ് ആര്, ശാഖയാണ് ഈ പറയുന്ന മുഅ്തസിലാക്കളും അശാഇറക്കാരും. അപ്പോൾ ഈ മുഅ്തസിലയും അശാഇറത്തും ജഹ്മിയത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പക്ഷേ ജഹ്മിയത്ത് കാഫിറുകളും എന്നാൽ മുഅ്തസിലത്തും അശാഇറത്തും അഹ്ലുൽ ബിദ്അ എന്തല്ല, കാഫിറുകളല്ല. കാരണം ജഹ്മിയാക്കൾക്കുണ്ടായ അപകടം പിടിച്ച വാദം ആർക്കുണ്ടായിട്ടില്ല, മുഅ്തസിലിയത്തിനും അശാഇറക്കാർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഖവാരിജുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സലഫി ഉലമാക്കൾക്കിടയിൽ ഖിലാഫുള്ള വിഷയമാണ്. അവർ കാഫിറുകളാണോ അല്ല എന്ന വിഷയത്തിൽ ഖിലാഫുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദഅവത്തിൻ്റെ അക്സറു അഹ്ലി ദഅവ അല അന്നഹും ഫുസ്സാഖ്, ഇമാമു ദഅവ, അതായത് സലഫി ഉലമാക്കളുടെ കൂട്ടത്തിൽ
ഏറ്റവും അറിയപ്പെട്ട ഒരു വിഭാഗം പറയുന്നത് അവർ കാഫിറുകളല്ല, ഫാസിഖുകളാണെന്ന്. അഹ്ലുൽ ബിദഇലാണ് ഖവാരിജുകളെ ഉൾപ്പെടുത്തുക എന്നാണ്. അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അസ്സഹീഹുൽ മുഖ്താറു അല്ലദീ ഖാലഹുൽ അക്സറൂന അൽ മുഹഖ്ഖിഖൂന അന്നൽ ഖവാരിജ ലാ യുകഫറൂൻ. ഖവാരിജുകളെ കാഫിറാക്കാൻ പറ്റൂല, അവർ കാഫിറുകളല്ല എന്നാണ് ഭൂരിപക്ഷം ഉലമാക്കളും പറയുന്നത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതാണ് അഹ്ലുൽ ബിദഅത്തിന്റെ ഉസൂലുകൾ എന്നാണ്. ഈ പറഞ്ഞ 5 വിഭാഗമാണ് അഹ്ലുൽ ബിദഅത്തിന്റെ ഉസൂലുകളായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ബിദഅത്തുകൾ പല രൂപത്തിലുണ്ട്. ബിദഅത്തുകൾ പല രൂപത്തിൽ തക്സീം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തക്സീം നമുക്ക് പറയാൻ പറ്റുമോ? ബിദഅത്ത് 2 ഇനമാണ് എന്ന് പറഞ്ഞ് 2 ഇനമാക്കി തിരിച്ച ഇനങ്ങൾ: ബിദഅത്തുൽ ഹസന, ബിദഅത്തു അസ്സയ്യിഅ, പിന്നെയോ ബിദഅത്തുൻ ഇദാഫിയ, ബിദഅത്തുൻ അസ്ലിയ. അപ്പോൾ ഒന്നാമത്തെ തഖ്സീം ബിദഅത്തുൻ അസ്ലിയ, ബിദഅത്തുൻ ഇളാഫിയ. ബിദഅത്തുൻ അസ്ലിയ, ബിദഅത്തുൻ ഇളാഫിയ. ബിദഅത്തുൻ അസ്ലിയ, ബിദഅത്തുൻ ഇളാഫിയ. അസ്ലിയായ ബിദഅത്തും ഇളാഫിയായ ബിദഅത്തും. അസ്ലിയായ ബിദഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. പുതിയ ഒരു കർമ്മം എന്ത് ചെയ്യുക? ഉണ്ടാക്കുക, പുതിയൊരു നിസ്കാരം ഉണ്ടാക്കുക. അപ്പം അത് ഏതിലാ ഉൾപ്പെടുക? ബിദഅത്തുൻ അസ്ലിയ. അസ്ലിൽ തന്നെ പുതിയ ഒരു ഇബാദത്ത് എന്ത് ചെയ്തു? ഉണ്ടാക്കി. അസ്ലിൽ തന്നെ പുതിയൊരു ഇബാദത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ ബിദഅത്തുൻ അസ്ലിയ എന്നാണ് പറയുക. എന്നാൽ ബിദഅത്തുൻ ഇളാഫിയയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലുള്ളത്. ബിദഅത്തുൻ ഇളാഫിയ. ബിദഅത്തുൻ ഇളാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലിൽ സ്ഥിരപ്പെട്ട വിഷയമായിരിക്കും. അസ്ലിൽ സ്ഥിരപ്പെട്ട വിഷയമായിരിക്കും. പക്ഷെ എന്ത് ചെയ്യും? ആ അസ്ലിലേക്ക് അവർ പുതിയ വസ്ഫുകൾ, വിശേഷണങ്ങൾ ചേർക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്, ദിക്ർ പറയുക എന്നത് സ്ഥിരപ്പെട്ട വിഷയമല്ലേ? സ്ഥിരപ്പെട്ടതാണ്. ഫാത്തിഹ ഓതുക എന്നുള്ളതോ സ്ഥിരപ്പെട്ട വിഷയമാണ്. പക്ഷേ ഇവരെന്ത് ചെയ്യും? ചില പരിപാടികൾക്ക് പോയാൽ, കല്യാണ പരിപാടിക്ക് പോയാൽ എന്ത് ചെയ്യും? അൽ ഫാത്തിഹ വിളിക്കും. എന്നാൽ ആ അൽ ഫാത്തിഹൻ്റെ വിധി എന്താ? അവിടെ പ്രത്യേകമായി അൽ ഫാത്തിഹ ഓതാണെങ്കിൽ വിധി എന്താ? ബിദഅത്താണ്. അപ്പോൾ ഏത് ബിദഅത്താണ്? അത് അസ്ലിയായ ബിദഅത്താണോ? അല്ല, ഇളാഫിയായ ബിദഅത്താണ്. കാരണം അസ്ലൻ ഫാത്തിഹ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ ആ ഫാത്തിഹയെ എന്ത് ചെയ്തു? അതിലേക്ക് ഇല്ലാത്ത വിശേഷണങ്ങൾ ചേർത്ത് കൊടുത്തു. നബി പറയണം എവിടെയാണ് ഫാത്തിഹ ഓതേണ്ടത് എന്ന് പറയണം. അതല്ലാതെ ഇന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, അതല്ലെങ്കിൽ ഇന്ന കാലത്തിന് പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് ആ കാലത്തിൽ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ആ സമയത്തിൽ ഓതിക്കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരാൾ പറയണം 10 വട്ടം ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്നൊക്കെ ആര് പറയണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. അപ്പോൾ അസ്ലൻ ഫാത്തിഹ സ്ഥിരപ്പെട്ടതാണ്. ഇനി അസ്ലിലേക്ക് വേറെ വല്ലതും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ, വിശേഷണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഏതിൻ്റെ തക്സീമിലാണ് വരിക? ബിദഅത്തുൻ ഇളാഫിയയിലാണ് വരിക. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇളാഫിയായ ബിദഅത്തുകളാണ്. ഇളാഫിയായ ബിദഅത്തുകളാണ്. അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഖാഇദയാണ് മശ്റൂഇയ്യത്തു ശൈഇ ബിഅസ്ലിഹി ലാ തസ്തൽസിമു മശ്റൂഇയ്യതുഹു ബിവസ്ഫിഹി. ഒരു കാര്യം അസ്ലിൽ സ്ഥിരപ്പെട്ടു എന്നത് എന്തിന് തെളിവല്ല? അതിൻ്റെ വിശേഷണത്തിലും സ്ഥിരപ്പെട്ടു എന്നതിന് തെളിവല്ല എന്നാണ്. അസ്ലിൽ ഫാത്തിഹ ഓതാം, എത്രയും എന്ത് ചെയ്യാം? ഒരാൾക്ക് ഓതാം. പക്ഷേ ഒരു പ്രത്യേക സമയത്തിലേക്കോ കാലത്തിലേക്കോ എന്ത് ചെയ്യാൻ പറ്റൂല? അതിനെ ചേർക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അങ്ങനെ ചേർക്കണമെങ്കിൽ എന്ത് വേണം? തെളിവുകൾ വേണം. അങ്ങനെ ചേർക്കണമെങ്കിൽ തെളിവുകൾ വേണമെന്നുള്ളതാണ്. അതേപോലെയാണ് ഇളാഫിയക്ക് നമുക്ക് ഉദാഹരണം പറയാൻ പറ്റുന്നതാണ് നബിദിനം. എന്താ പറയുക? നബിയെ സ്നേഹിക്കണം എന്നതിൽ നമുക്ക് തർക്കമുണ്ടോ? ഇല്ല. നബിയെ സ്നേഹിക്കണം എന്നത് അസ്ലാണ്, എന്തായാലും സ്നേഹിക്കണം. പക്ഷെ ആ സ്നേഹത്തിന് അവരെന്ത് ചെയ്തു? പുതിയ രൂപം കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ പുതിയ രൂപം കൊടുക്കലാണ് എന്ത്? ബിദ്അ ഇളാഫിയ. അടിസ്ഥാനപരമായി സ്ഥിരപ്പെട്ട വിഷയം അതിനെന്ത് ചെയ്യുന്നു? പുതിയ രൂപങ്ങൾ കൊടുക്കുന്നു. ദിക്റിന് പുതിയ രൂപങ്ങൾ, സൂറത്തുൽ ഫാത്തിഹക്ക് പുതിയ രൂപം കൊടുക്കുക. അപ്പോൾ അങ്ങനൊക്കെ രൂപം കൊടുക്കുകയാണെങ്കിൽ ഇളാഫിയായ ബിദ്അത്തിലാണ് ഉൾപ്പെടുത്തുക. ഇതിൽ ഏത് ബിദ്അത്താണ് ഏറ്റവും അപകടം? ഇളാഫിയാണോ അസ്ലിയാണോ? രണ്ടും അപകടമാണ്. രണ്ടും അപകടമാണ്. ദീനിലേക്ക് നോക്കുകയാണെങ്കിൽ അസ്ലിയായ ബിദ്അത്താണ് അപകടം. കാരണം ദീനിലേക്ക് പുതിയൊരു കർമ്മം എന്തെയാണ്? കൂട്ടിച്ചേർക്കാണ്. ദീനിൽ അങ്ങനത്തെ ഒരു കർമ്മമേ ഇല്ല. അങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നു ദീനിലേക്ക്
കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ വ്യക്തികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ബിദ്അത്ത് ഏതാ? ബിദ്അ ഇളാഫിയ്യ. കാരണം ആളുകൾക്ക് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിൽ പെട്ടുകഴിഞ്ഞാൽ പുറത്തു വരാൻ സാധ്യത കുറവാണ്. ബിദ്അത്തിലേക്ക് പെട്ടുകഴിഞ്ഞാൽ ആളുകൾ പുറത്തു വരാൻ സാധ്യത കുറവാണ്. കാരണം ഓനെന്താ പറയാം? ദിക്റല്ലേ എന്നാ പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, ദിക്ർ ഇന്ന രൂപത്തിൽ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ തിരിച്ച് നമ്മോട് എന്താ പറയാ? ദിക്റല്ലേ, റസൂലിനെ സ്നേഹിക്കുന്നതല്ലേ. അപ്പോൾ ഇവർ പറയുന്നതൊക്കെ എന്തിനുള്ള തെളിവാണ്? അസ്ലിനുള്ള തെളിവാണ്. അസ്ലൻ റസൂലിനെ സ്നേഹിക്കണം, അസ്ലന് ദിക്ർ പറയണം. പക്ഷെ ഈ കോലത്തിൽ സ്നേഹിക്കണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഈ കോലത്തിൽ, ഈ അടിസ്ഥാനത്തിൽ ഫാത്തിഹ ഓതണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം അതാണ് ബിദ്അത്തുൻ ഇളാഫിയ്യ. വ്യക്തികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും അപകടം ബിദ്അത്തുൻ ഇളാഫിയ്യ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത തഖ്സീമ്, ബിദ്അത്തിന് അടുത്തത് വിഭജിക്കപ്പെടുന്നത് ബിദ്അത്ത് രണ്ട് വിധം: ബിദ്അത്തുൻ മുകഫിറ, ബിദ്അത്തുൻ മുഫസ്സിഖ. ചില ബിദ്അത്തുകൾ ചെയ്താൽ ഓന് കാഫിറായി പോകും, ചില ബിദ്അത്ത് ചെയ്താൽ ഫാസിഖായി പോകും. ബിദ്അത്തുൻ മുകഫിറ, ബിദ്അത്തുൻ മുഫസ്സിഖ. ബിദ്അത്തുൻ മുകഫിറക്കുള്ള ഉദാഹരണമാണ് എന്ത്? അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, തവാഫ് ചെയ്യുക എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ മുകഫിറായ ബിദ്അത്തിലാണ് എന്ത് ചെയ്യുക? ഉൾപ്പെടുത്തുക. മുകഫിറായ ബിദ്അത്തിലാണ് പണ്ഡിതന്മാർ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ മുഫസ്സിഖായ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യൂല? ഇസ്ലാമിൻ്റെ ദായിറത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുപോകൂല. ഒരാൾ നബിദിനം ആഘോഷിച്ചു എന്നതുകൊണ്ട് ഇസ്ലാം നിന്ന് പുറത്തു പോകുമോ? ഇല്ല. പക്ഷെ അത് ഏത് ബിദ്അത്താണ്? മുഫസ്സിഖയാണ്, മുകഫിറയല്ല, മുഫസ്സിഖയാണ്. അപ്പോൾ ഇസ്ലാമിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്നുവെങ്കിൽ അതിന് ബിദ്അത്തുൻ മുകഫിറ എന്നും, എന്നാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നില്ല, ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എങ്കിൽ അതിനെ ബിദ്അത്തുൻ മുഫസ്സിഖ എന്നുമാണ് പറയുക. ബിദ്അത്ത് മൗലിദിൻ നബി, അതേപോലെ തന്നെ ദിക്റുൽ ജമാഇ, നിസ്കാരത്തിന് ശേഷം കൂട്ടമായി പ്രാർത്ഥിക്കുക എന്നുള്ളതൊക്കെ ബിദ്അത്തുൻ മുഫസ്സിഖയിലാണ് ഉൾപ്പെടുക. അതേസമയത്ത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച അർപ്പിക്കുക, അവരിൽ തവക്കുൽ അർപ്പിക്കുക, ഇതൊക്കെ ബിദ്അത്തുൻ മുകഫിറയിലാണ് ഉൾപ്പെടുക. ഇവിടെ ബിദ്അത്തുൻ മുകഫിറ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ബിദ്അത്തുൻ മുഫസ്സിഖ ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം അഹ്ലുൽ ബിദ്അഇനോട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് നമ്മൾ അടുപ്പമാണോ ഉണ്ടാകേണ്ടത്, അകൽച്ചയാണോ ഉണ്ടാകേണ്ടത്? അകൽച്ചയാണ് ഉണ്ടാകേണ്ടത്, സംശയമില്ല. അകൽച്ചയാണ് നമുക്കുണ്ടാകേണ്ടത്. അതായത് ഒരു വ്യഭിചാരം ചെയ്യുന്ന വ്യക്തി, അതല്ലെങ്കിൽ ഒരു മോഷ്ടിക്കുന്ന വ്യക്തി, അവരോട് നമുക്ക് ഇഷ്ടമുണ്ടാകുമോ? നമ്മൾ അവരുടെ കൂടെ പോയിരിക്കുമോ? എന്നാൽ അതിനേക്കാളും അപകടമാണ് എന്ത്? ദീനിൻ്റെ വിഷയത്തിൽ പുതുതായി കർമ്മങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഇരിക്കുക, അതല്ലെങ്കിൽ അവരോട് ചങ്ങാത്തം പുലർത്തുക എന്നതൊക്കെ അടിസ്ഥാനപരമായി നമുക്ക് ഒരിക്കലും ആലോചിക്കാൻ പോലും സാധിക്കുന്ന ഒന്നല്ല. ഇവിടെ മുകഫിറായ ബിദ്അത്ത് ചെയ്യുന്ന ഒരാളെ നമ്മൾ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അതേപോലെ തന്നെ ബിദ്അത്തുൻ മുഫസ്സിഖ ചെയ്യുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നെന്ത് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന് മുകഫിറായ ബിദ്അത്താണ് ചെയ്യുന്നത്, മറ്റൊന്ന് എന്തല്ല? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തല്ല. അപ്പോൾ രണ്ടാളുകളോടും രണ്ട് രീതിയിലാണ് എന്ത് ചെയ്യുക? പെരുമാറുക. ഒരു വിഭാഗത്തോട് നമ്മൾ കാഫിറുകളെ എങ്ങനെയാണോ സമീപിക്കുന്നത്, ആ രൂപത്തിലാണ് ബിദ്അത്തുൻ മുകഫിറ ചെയ്യുന്ന ആളുകളെ നമ്മൾ സമീപിക്കുക. എന്നാൽ മറുവിഭാഗത്തിലെ ആളുകൾ, മുഫസ്സിഖയായ ആളുകളോട് നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൗഹീദുള്ള ആളുകളുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകൂലേ? തൗഹീദുള്ള ആളുകളുടെ കൂട്ടത്തിൽ തിന്മകൾ വരുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പോൾ അവരോട് നമുക്കൊരു വെറുപ്പുണ്ടാകും, ആ തിന്മ കാരണത്താൽ വെറുപ്പുണ്ടാകും. എന്നാൽ അതോടൊപ്പം എന്തുണ്ട്? തൗഹീദ് ഉണ്ട് എന്നത് കാരണത്താൽ ഇഷ്ടവുമുണ്ട്. അപ്പോൾ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ആ രൂപത്തിലാണ് ബിദ്അത്തുൻ മുഫസ്സിഖ ചെയ്യുന്ന ആളുകളോട് നമ്മൾ പെരുമാറേണ്ടത് എന്നാണ്. ഇനി അടുത്ത ഒരു വിഭജനം, ബിദ്അത്തിന്റെ അടുത്ത വിഭജനം, ബിദ്അഉൻ ഫീ ബാബിൽ അഖായിദ് വ ബിദ്അഉൻ ഫീ ബാബിൽ അമലിയാത്ത്. അഖീദയുടെ വിഷയത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുക ഒന്ന്, രണ്ടാമത്തേത് അമലുകളുടെ വിഷയത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുക. അഖീദയുടെ വിഷയത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുക, അമലുകളുടെ വിഷയത്തിൽ ബിദ്അത്തുകൾ ഉണ്ടാക്കുക. അപ്പോൾ അഖീദയുടെ വിഷയത്തിലുള്ള ബിദ്അത്തുകളാണ് ഈ പറയുന്ന അശ്അരികൾ, ജഹ്മിയാക്കൾ ഒക്കെ കൊണ്ടുവന്നത്. ഏതിലുള്ള ബിദ്അത്തുകളാണ്? അഖീദയിലുള്ള ബിദ്അത്തുകളാണ്. ഖവാരിജുകൾ കൊണ്ടുവന്നത് ഏതിലുള്ള ബിദ്അത്തുകളാണ്? അഖീദയിലുള്ള ബിദ്അത്തുകളാണ്. നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഏത് ബിദ്അത്താണ് ഏറ്റവും കൂടുതൽ?
അമലുകളിലുള്ള ബിദ്അത്തുകളാണ്. അഖീദയിലല്ല, അമലുകളിലുള്ള ബിദ്അത്താണ്. എന്നാൽ അഖീദയിൽ ബിദ്അത്ത് നടക്കുന്നില്ലേ? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നിത്യാദിയുള്ള കാര്യങ്ങൾ ഏതിലുള്ള ബിദ്അയാണ്? അഖീദയിലുള്ള ബിദ്അത്തായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിദ്അത്തുകൾ നിരന്തരം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിദ്അത്തുകൾ എന്ത് ചെയ്യുന്നില്ല? കുറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് അൽ ബുഅ്ദു അനിൽ കിതാബി വസുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു? അകലുന്നു എന്നുള്ളതാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അകന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു പലതിൽ നിന്നും ആളുകൾ എന്ത് ചെയ്യും? മറ്റു പല സോഴ്സുകളിൽ നിന്നും അറിവ് സ്വീകരിക്കുകയും അങ്ങനെ അതനുസരിച്ച് എന്ത് ചെയ്യും? പ്രവർത്തിക്കുകയും ചെയ്യും. ബിദ്അത്ത് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു നോക്കിയാൽ മതി, ഖുർആനിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാലോ ഒന്നും പറയാനുണ്ടാവില്ല. സുന്നത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതിന് ഉത്തരം ഉണ്ടാവില്ല. മറിച്ച് നല്ലതല്ലേ എന്ന ഒരു വാക്കും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അത് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിക്കഴിഞ്ഞാലോ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് ആളുകൾ ക്ഷണിക്കേണ്ടത്, എന്നാലേ ഈ ബിദ്അത്ത് നിൽക്കുകയുള്ളൂ. രണ്ടാമത്തേത് മുഖാലഫത്തു മൻഹജി സലഫി അസ്സാലിഹ്, സലഫു സ്വാലിഹ്ങ്ങളുടെ മനഹജിൽ നിന്ന് എന്ത് ചെയ്തു? അവർ വഴിതെറ്റിപ്പോയി എന്നുള്ളതാണ്. എല്ലാ ബിദ്അഇകൾക്കും എന്ത് സംഭവിച്ചിട്ടുണ്ട്? മുഖാലഫത്തു മൻഹജി സലഫി സ്വാലിഹ്, സലഫു സ്വാലിഹുകളുടെ മനഹജിൽ നിന്ന് അവർ വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്, അവർ വഴിമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ നബിദിനത്തിന് തെളിവായി ഓതുന്നത് എന്താ? ആയത്തല്ലേ? ആയത്താണ് ഓതുന്നത്. ഏതാണ് ആയത്ത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. ആ ആയത്ത് ഓതിയിട്ടാണ് എന്തിന് തെളിവ് പറയാം? നബിദിനത്തിന് തെളിവ് പറയാം. അവിടെയാണ് നമ്മൾ പറയാം ഈ ആയത്ത് ആര് കേട്ടിട്ടുണ്ട്? സഹാബാക്കൾ കേട്ടിട്ടുണ്ട്. സഹാബാക്കളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ ആയത്ത് പഠിച്ചാൽ എന്ത് ചെയ്യും? അത് അമല് ചെയ്യുന്നതാണ്. ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ അമല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ആയത്ത് അനുസരിച്ച് അവർ അമല് ചെയ്തിട്ടില്ല എന്ന് എന്ത് ചെയ്യേണ്ടി വരും? പറയേണ്ടി വരും. ഈ പറഞ്ഞ ആയത്തനുസരിച്ച് അവർ അമല് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ട അവസ്ഥ വരും. അപ്പോൾ സഹാബാക്കൾക്ക് ആ ആയത്ത് കൊണ്ട് അങ്ങനെ മനസ്സിലായിട്ടില്ല, സഹാബാക്കൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് എന്താണ് ഇന്ന് ചില ആളുകൾ വന്നിട്ട് പറയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം ഇന്നതാണ് എന്ന് പറയാൻ. അപ്പോൾ അവിടെയാണ് നമ്മൾ പറയുന്നത് സലഫു സ്വാലിഹ്ങ്ങളുടെ മനഹജിനെതിരായി കഴിഞ്ഞാൽ ബിദ്അത്തുകൾ എന്ത് ചെയ്യും? ഉടലെടുക്കും. മൂന്നാമത്തേത് അൽ ജഹ്ലു ബി മസാദിരി തശ്രീഅ്, ദീനിൽ നമ്മൾ തെളിവ് പിടിക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അജ്ഞത എന്താണ്? എവിടെ നിന്നാണ് ദീൻ അതിൻ്റെ ആരാധനകളും അതിൻ്റെ മതവിധികളും പിടിച്ചെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് എന്തില്ല? യാതൊരു അറിവുമില്ല. നാലാമത്തേത് അഷ്ഹവാത്തു നഫ്സിയ, നഫ്സിയായ ചില ഇച്ഛകളാണ് എന്ത് ചെയ്യുന്നത്? ബിദ്അത്ത് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നത്. ബിദ്അത്ത് ഉണ്ടാക്കിയാലുള്ള മെച്ചെന്താ? പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിലുള്ള മെച്ചെന്താ? പണാണ്, അല്ലാത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരുപാട് മെച്ചെന്തുണ്ട്? സ്വന്തം നഫ്സിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ മെച്ചങ്ങൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ആളുകൾ ഇല്ലാതാക്കും. അപ്പോൾ വഹാബികൾ എന്താ ചെയ്യുക? റിസ്കിനെ മുടക്കുന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ സ്വന്തം നഫ്സ് എന്ത് ചെയ്യുന്നു? അതിനിങ്ങനെ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അതാണ് നാലാമത്തെ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണ പറയാറുണ്ട് അവരുടെ റാത്തീബ് കഴിക്കുക ഒക്കെ എന്താണ്? കഴിക്കലാണ് എന്നാണ്, എല്ലാം കഴിക്കലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓൺലൈനായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മത്സരമാണ്. ഓരോ ആളുകളും എന്ത് ചെയ്യാണ്? ഇതിലിങ്ങനെ മത്സരിച്ച് മുന്നേറാണ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ മുമ്പിൽ സാധാരണക്കാരായ ഒന്നും അറിയാത്ത സ്ത്രീകൾ എന്ത് ചെയ്യുന്നുണ്ട്? പോയി പെടുന്നുണ്ട് എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാരണമായി മനസ്സിലാക്കേണ്ടത് ജുലസാ ഉസ്സു, മോശപ്പെട്ട കൂട്ടുകാരാണ്. മോശപ്പെട്ട കൂട്ടുകെട്ട് എന്ത് ചെയ്യും? ബിദ്അത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നുള്ളതാണ്. ആറാമത്തേത് അൽ ഇഅ്തിമാദു അലൽ മർവിയാത്തിൽ ലഈഫ, ദുർബലമായ ചില റിപ്പോർട്ടുകൾ ഉണ്ടാവും, ആ റിപ്പോർട്ടുകളുടെ മേലെന്ത് ചെയ്യും? അവലംബിക്കും. ഏഴാമത്തേത് അത്തശബ്ബുഹു ബിൽ കുഫാർ, കുഫാറുകളോട് സാദൃശ്യം വെച്ച് പുലർത്തുക. എട്ടാമത്തേത് തഖ്ലീദു അഹ്ലി ദ്വലാലി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ വഴിവെച്ചു പോയ ആളുകൾ എന്ത് ചെയ്യുക? അന്ധമായി അവരെ പിൻപറ്റുക. തെളിവുകളൊന്നും നോക്കൂല, അന്ധമായിട്ട് അവരെ പിൻപറ്റും. അതാണ് വതർക്കുൽ ബിദഅ എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തർക്കുൽ ബിദഅ എന്നതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അഹ്ലുസുന്നത്തി വൽ ജമാഅ ഈ വിഷയത്തിൽ ഒരുപാട് കായിദകൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിവരിച്ചിട്ടുണ്ട്. ഒരുപാട് കായിദകൾ.
അതിൽ ബിദ്അത്തിന്റെ വിഷയത്തിൽ അവർ പറഞ്ഞു വെച്ച മറ്റൊരു കാര്യമാണ്, ബിദ്അത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഏതൊക്കെ? ഒന്ന് ദീനിലുള്ള ബിദ്അത്തും ദുനിയവിയായ കാര്യങ്ങളിലുള്ള ബിദ്അത്തും. ദീനിലുള്ള ബിദ്അത്തിന്റെ ഹുക്ം എന്താ? ഹറാമാണ്, അത് ദ്വലാലത്താണ്. എന്നാൽ ദുനിയവിയായതോ ഹലാലാണ്. അവിടെ ബിദ്അത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായിട്ടാണ്. പുതുതായി എന്ത് ചെയ്യുന്നു? കാലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഒരുപാട് ഇൻഫർമേഷനുകളും ടെക്നോളജികളും എല്ലാം വർദ്ധിച്ചു വരുന്നു, അതിന് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ അത് ഏതിലാണ് ഉൾപ്പെടുക? ബിദ്അത്തുൻ ഫി അംറിൻ ദുന്യവി, ദുനിയവിയായ കാര്യങ്ങളിലുള്ള ബിദ്അത്ത് അത് അനുവദനീയമാണ്. എന്നാൽ അതേ സമയത്ത് ദീനീപരമായ കാര്യത്തിലുള്ള ബിദ്അത്തുകൾ ഒരിക്കലും അനുവദനീയമല്ല. അത് ദീനിൽ പുതുതായി ഉണ്ടാക്കലാണ് ചെയ്യുന്നത്. അത് വളരെ അപകടം പിടിച്ച ഒരു വിഷയമാണ് എന്നാണ് നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ഒരുപാട് തെളിവുകൾ, ബിദ്അത്ത് ചെയ്യാൻ പാടില്ല എന്നതിനെ തോന്നിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം തെളിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഭജനമുണ്ട്, ബിദ്അത്തുൻ ഹസനയും ബിദ്അത്തുൻ സയ്യിഅയും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ അമില അമലൻ, ഏതെങ്കിലും ഒരു അമൽ, അത് ഏത് അമലുമാകട്ടെ എന്നാണ്, ഏത് അമലുമാകട്ടെ, ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നത്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ, ഒന്ന് എന്നാണ്. ഏത് കാര്യമായാലും, മാ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം. മാ എന്നത് ആമിനെയാണ് സൂചിപ്പിക്കുക എന്നാണ്. ഏത് കാര്യം ഉണ്ടാക്കിയാലും അതെന്താണ്? തള്ളപ്പെടേണ്ടതാണ്. അതേപോലെ തന്നെ കുല്ലു ബിദ്അത്തിൻ ളലാല, കുല്ലാണ് പ്രയോഗിച്ചിട്ടുള്ളത്, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. പിന്നെന്തില്ല? അതിൽ യാതൊരു ഒഴിവ് കഴിവുമില്ല, അതിൽ യാതൊരു ഒഴിവും ഇല്ല, ഇസ്തിസ്നാഅത്തുകളില്ല. എന്നാൽ ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതെന്തല്ല, അത് ഈ വിഷയത്തിൽ സ്വീകാര്യമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വാലിഹായി പറഞ്ഞൊരു വിഷയമാണ്. ആ വാലിഹാത്തുകൾ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അത്രയും പ്രകടമായ കാര്യങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ ബിദ്അത്തിന്റെ വിഷയത്തിൽ ഹസനത്തായ ബിദ്അത്തില്ല, സയ്യിഅത്ത് മാത്രമുള്ളൂ എന്ന് പറയുമ്പോൾ ആളുകൾ എന്താ തെളിവായി കൊണ്ടുവരാറുള്ളത്? ബിദ്അത്ത് സയ്യിഅത്തേ ഉള്ളൂ, ഹസനത്തില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്ന തെളിവ് എന്താ? ആദ്യമായി പറയുന്നത് എന്താ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞിട്ടുണ്ട്? നിഅമത്തുൽ ബിദ്അതു ഹാദിഹി, ഇത് എത്ര നല്ല ബിദ്അത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതാണ് അവർ വലിയ തെളിവായിട്ട് എന്ത് ചെയ്യാറുള്ളത്? കാണാറുള്ളത്. പക്ഷേ ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ റളിയല്ലാഹു അൻഹു പുതുതായി ഒരു നിസ്കാരം ഉണ്ടാക്കിയതാണോ? ഉമർ റളിയല്ലാഹു അൻഹു പുതുതായി ഒരു കാര്യം ഉണ്ടാക്കിയതാണോ ആ സംഭവം? അല്ല, മുമ്പേ ഉള്ള ഒരു സംഭവമാണ്, മുമ്പേ ഉള്ള ഒരു സംഭവമാണ്. അപ്പം അതിന് ഒന്നാമത്തെ മറുപടി എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതെന്തല്ല, ദീനിൽ പുതുതായി ഉണ്ടാക്കിയതല്ല, പക്ഷെ മുമ്പേ ഉള്ളതാണ് എന്നാണ്. അതിന് നമ്മൾ ഒന്നാമതായി മറുപടി കൊടുക്കുക. ഒന്നാമത്തെ മറുപടിയായിട്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അടുത്തൊരു ചോദ്യം അവരുടെ അടുക്കൽ നിന്ന് വരിക, എന്തുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ചെയ്തില്ല? അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് എന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടം. ആ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഫിത്നകളായിരുന്നു. മുസ്ലിമീങ്ങളൊക്കെ എന്ത് ചെയ്യാണ്? മുർത്തദ്ദുകളായി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ലേ? മുർത്തദ്ദുകളായി പോവുകയാണ്. സഹാബാക്കൾ പേടിച്ചു പോയി എന്നാണ്. ജസീറത്തുൽ അറബിലേക്കും മദീനയിലേക്കും ഈ പറയുന്ന മുർത്തദ്ദിൻ്റെ കാറ്റ് അടിച്ചു വീശുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരുന്നു എന്നാണ്. അങ്ങനെ ആളുകൾ മുർത്തദ്ദായി, സക്കാത്ത് കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ കണിശമായ നിലപാട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് എന്ത് ചെയ്തത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം. രണ്ടാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ടാമത്തെ ഉത്തരമായിട്ട് ഈ വിഷയത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ലാ യദുന്നു ഫീ മൻ ദൂന ഉമർ അൻ യുഹ്ദിസ ഫിദ്ദീനി മാ ലൈസ മിൻഹു. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല? പുതുതായി ഒരു കാര്യം ഒരിക്കലും ഉണ്ടാക്കുകയില്ല. കാരണം എന്താ? ഉമർ റളിയല്ലാഹു അൻഹു ആരിൽ നിന്നാണ് ഹദീസ് കേൾക്കുന്നത്? റസൂലിൽ നിന്നാണ് കേൾക്കുന്നത്. പുതുതായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ താഴെയുള്ള ആളുകൾ പോലും എന്ത് ചെയ്യൂല? പുതുതായി ഒരു കർമ്മം ഉണ്ടാക്കൂല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കുകയില്ല എന്നത് ഉറച്ച ഒരു കാര്യമാണ്, ഉറപ്പുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി
അവരുടെ വാദം അംഗീകരിച്ചു എന്ന് വെക്കുക. മൂന്നാമത്തെ മറുപടി. അപ്പോൾ ഒന്നാമത്തെ മറുപടി ഉമർ അള്ളാൻ പുതുതായി ഉണ്ടാക്കിയതല്ല. രണ്ടാമത്തെ മറുപടി ഉമർ അള്ളാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, ദീനിൽ പുതുതായി ഉണ്ടാക്കൂല. മൂന്നാമത്തെ മറുപടിയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ അംഗീകരിച്ചു എന്ന് തന്നെ വിചാരിക്കാം, എന്നാലും അത് ഉണ്ടാക്കിയതാരാ? ഉമർ അള്ളാനാണ് ഉണ്ടാക്കിയത്, ഖലീഫയാണ് ഉണ്ടാക്കിയത്. എന്നാൽ നിങ്ങൾ പറയുന്ന വിധത്ത് ആരാ ഉണ്ടാക്കുന്നത്? ഖലീഫയാണോ ഉണ്ടാക്കിയത്? അല്ലല്ലോ. അപ്പം നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചാൽ പോലും അതെന്തല്ല, അത് ശരിയല്ല. ഇനി ഓക്കെ, ഉമർ അടുത്തൊരു മറുപടി, നാലാമത്തെ മറുപടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ പറയുന്നത് അംഗീകരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പുതുതായി ഉണ്ടാക്കി. ഒരു സഹാബി ദീനിനെതിരായിക്കൊണ്ട് പുതുതായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടുമോ? ഇല്ല. അതായത് ഉസൂലുൽ ഫിഖ്ഹിലെ പ്രമാണം ചർച്ച ചെയ്യുന്നിടത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് സഹാബാക്കളുടെ ഖൗല് സ്വീകാര്യമാണോ അല്ലേ. നുസൂസുകൾക്ക് സുന്നത്തിനും ഖുർആനിനും എതിരാകാത്തിടത്തോളം കാലം അതെന്ത് ചെയ്യും? സ്വീകരിക്കും. എന്നാൽ ഖുർആനും സുന്നത്തിനെതിരായാലോ അത് സ്വീകരിക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ പറയും, നിങ്ങൾ പറയുന്നത് അംഗീകരിച്ച് തന്നാൽ പോലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസുമായിട്ട് എന്ത് ചെയ്യും? അത് യോജിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് എന്ത് ചെയ്യൂല? അത് സ്വീകരിക്കില്ല. അതുകൊണ്ട് സ്വഹാബിയുടെ ഖൗലായാൽ പോലും അത് ഖുർആനിനും ഹദീസിനും എതിരായി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഏത് നിലക്ക് നോക്കിയാലും അവർക്ക് എന്തില്ല? ഒരു തെളിവും ഈ സംഭവത്തിലില്ല എന്നാണ്. അവർ പറയുന്ന അഭിപ്രായം അംഗീകരിച്ചു കൊടുത്താലും ഇല്ല, അംഗീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും അവർക്ക് ഒരു നിലക്കും ഒരു മറുപടിയും ഈ വിഷയത്തിൽ പറയാൻ പറ്റൂല. ഇനി അവസാനത്തെ മറുപടി എന്നുള്ളത് ഏറ്റവും മുഹ്കമായ വളരെ വ്യക്തമായ വിഷയമാണ്. എന്ത്? കുല്ലു ബിദ്അത്തിൻ ളലാല. ഉമർ അള്ളാന്റെ വിഷയം നമുക്കൊരു സംശയം ഉണ്ടല്ലോ, ഒരു സംശയമുണ്ട്. അപ്പം നമ്മൾ ഏതിലേക്കാണ് കാര്യങ്ങൾ മടക്കേണ്ടത്? സംശയമുള്ളതിലേക്കാണോ സംശയമില്ലാത്തതിലേക്കാണോ? സംശയമില്ലാത്തതിലേക്കാണ് കാര്യങ്ങൾ മടക്കേണ്ടത്. മുഹ്കമായതിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ മടക്കേണ്ടത്. മുഹ്കമായതിലേക്ക് കാര്യങ്ങൾ മടക്കുമ്പോൾ അവിടെ എന്ത് മനസ്സിലാകും? എല്ലാ ബിദ്അത്തും ളലാലത്താണ് എന്ന് മനസ്സിലാകും. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം, ഈ ഒരു വിഷയത്തിൽ അവർക്ക് യാതൊരു തെളിവുമില്ല എന്നാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വിഷയം എന്നുള്ളത് മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നതാണ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻ്റർവെൽ കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.